പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ജീസസ് ഫാമിലിയുടെ ആരാധനയിലെ സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ്. എന്താണ് ജീസസ് ഫാമിലി? യേശുവിൻ്റെ കുടുംബത്തിൽ ആർക്കും വരാം. ക്രിസ്തു വിശ്വാസികൾ വരാം, അക്രൈസ്തവർക്ക് വരാം, നിരീശ്വരവാദികൾക്ക് വരാം, ക്രിസ്തു വിരോധികൾക്ക് വരാം, ആർക്കും വരാം. വചനം കേൾക്കാം, പഠിക്കാം, ഉയരേണ്ടിയവർക്ക് കുറച്ചുകൂടി ഉയരുവാൻ കർത്താവ് അവസരം ഒരുക്കി തരും. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആദ്യമായിട്ട് ഒരു കൊട്ടേഷൻ, ഒരു ഉദ്ധരണി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. റുഡോൾഫ് നരേയോ അദ്ദേഹം ഇങ്ങനെ എഴുതി മരിക്കാൻ തുടങ്ങുമ്പോൾ, ഐ ആം ഡൈയിങ് ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ഗിവിങ് മീ എ ബോഡി ടു ഡാൻസ് സോ ദാറ്റ് ഐ വുഡിൻറ്റ് വേസ്റ്റ് എ മൊമെൻറ്റ് ഓഫ് ദ വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് ലൈഫ്. അദ്ദേഹം ആരാണ്? 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ബാലെ ഡാൻസർ എന്നുള്ള പേര് നേടിയ ഒരു മനുഷ്യൻ. സോവിയറ്റ് യൂണിയൻകാരനാണ്. ജീവിച്ചിരുന്നത് 1938 1938 മുതൽ 1993 വരെ. അദ്ദേഹം മരണക്കിടക്കയിൽ 54 വയസ്സിൽ മരണക്കിടക്കയിൽ. നിങ്ങൾക്കും ദൈവം ഒരു ജീവൻ തന്നിട്ടുണ്ട്, ഒരു ജീവിതം തന്നിട്ടുണ്ട്. ജീവൻ തന്നു, ജീവിതവും തന്നു. അത് ചിലപ്പോൾ വീട്ടമ്മയായിട്ടായിരിക്കാം, ഒരു അപ്പച്ചനായിട്ടായിരിക്കാം, ഒരു കച്ചവടക്കാരനായിട്ടായിരിക്കാം, വലിയൊരു ബിസിനസ്സുകാരനായിട്ടായിരിക്കാം, ഒരു പാസ്റ്ററായിട്ടായിരിക്കാം, ഒരു പട്ടക്കാരനായിട്ടായിരിക്കാം, ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിട്ടായിരിക്കാം. ആരായിരുന്നാലും ദൈവം തന്ന ഈ ദാനത്തെ ശരിയായിട്ട് ഉപയോഗിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫോക്കസ് മാറരുത്. 3 കാര്യത്തിനകത്ത് നമുക്ക് ഫോക്കസ് വേണമെന്ന് പറഞ്ഞു. ഒന്ന്, യേശു ക്രിസ്തുവിൽ നമ്മുടെ ഫോക്കസ്. എവിടുന്നാണ് ഞാൻ പറഞ്ഞത്? എബ്രായർക്ക് എഴുതിയ 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ്. നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കണം. 2, നമ്മുടെ ഫോക്കസ് ഓട്ടത്തിലായിരിക്കണം. 3, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെപ്പറ്റി നോക്കിയിട്ടായിരിക്കണം. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചില സന്ദേശങ്ങളുടെ കർത്താവ് തന്നു, ചില പോയിൻ്റുകൂടെ എനിക്ക് കർത്താവ് തന്നു. അത് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഫോക്കസിൽ നിന്നും, നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും തെറ്റിക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന ചില തീയമ്പുകൾ പറയുവാൻ പോവുകയാണ്. തീയമ്പുകൾ. ഒന്ന്, ജീവിതം, ക്രിസ്തീയ ജീവിതം അല്ല, ജീവിതമായാലും ക്രിസ്തീയ നിരന്തരമായൊരു യുദ്ധമാണ്. രാഷ്ട്രീയക്കാരായാലും കച്ചവടക്കാരായാലും കൃഷിക്കാരാണേലും ഒരു നിരന്തരമായ യുദ്ധം. 2 വിധത്തിലുള്ള യുദ്ധം ഉണ്ടാകും. ഒന്ന്, ഒരു യുദ്ധം കഴിഞ്ഞു, പിന്നെ കുറച്ച് നാൾ സമാധാനം, പിന്നെ ഒരു യുദ്ധം, പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞു, പിന്നെ ഒരു യുദ്ധം. അങ്ങനെ ഉണ്ടായെന്ന് വരാം. ചെറുക്കങ്ങനെയല്ല. ഒന്ന്, അത് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്. അതിങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവരുടെ ജീവിതകാലം മുഴുവൻ അത് അവർ അഭിമുഖീകരിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർക്ക് നാട്ടുകാരുടെ, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് രാഷ്ട്രീയത്തിലാണേലും ഗവൺമെൻറ് ജോലിയിലായിരുന്നാലും ഒരു ഫാക്ടറി നടത്തുമ്പോഴായിരുന്നാലും ഒരു സഭ നടത്തുമ്പോഴായിരിക്കാം, ഒരു സുവിശേഷ വില ചെയ്യുമ്പോഴും ആളുകളുടെ അപവാദം ഉണ്ടാകും. നല്ല പ്രവൃത്തി ചെയ്താൽ അപവാദം ഉണ്ടാകും. നല്ല പ്രവൃത്തിയൊന്നുമല്ല അല്ലേ, കുറച്ച് രൂപയൊക്കെ കിട്ടി എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല അല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഈ ആളുകൾ എന്തിനാണ് എന്നെപ്പറ്റി മീഡിയയ്ക്കകത്തൊക്കെ പറയുന്നത്? എനിക്കറിഞ്ഞുകൂടാ അല്ലേ. ഞാൻ ഇന്നുവരെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയത് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടില്ല. എനിക്ക് കിട്ടിയത് മുഴുവൻ വടക്കേ ഇന്ത്യയിൽ ഞാൻ വാരി വിതറുകയായിരുന്നു. എന്നാലും ചിലർ എന്തെങ്കിലുമൊക്കെ പറയും. സാരമില്ല, നമുക്കൊരു യുദ്ധമുണ്ട്. നമ്മുടെ ജീവിതം നമ്മുടെ യുദ്ധക്കളരിയാണ് അല്ലേ. നാട്ടുകാരുടെ ചീത്തവിളി കേൾക്കും, സോഷ്യൽ മീഡിയക്കാരുടെ അപവാദം കേൾക്കും. ഹല്ലേലൂയ. ചിലർക്ക് കൂടെ ട്രാൻസ്ഫർ കിട്ടും. ദൈവവേലക്കാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ പാസ്റ്റർമാർക്കും പട്ടക്കാർക്കും ഒക്കെ ഉണ്ട് കൂടെ ട്രാൻസ്ഫർ. ഉപദേശിയുടെ മകൻ എന്നും പറഞ്ഞുകൊണ്ടൊരു സിനിമയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ഉപദേശിയുടെ മോനെ എനിക്കറിയാം. ആ സിനിമ ഉണ്ടാക്കിയ ആളുകളെ എനിക്കറിയാം. അവരെൻ്റെയൊക്കെ പറഞ്ഞു, എനിക്ക് ആ സിനിമ ഒന്ന് കാണണമെന്നുണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും ഒരിക്കൽ ഇരുന്ന് കാണണം. സമയമില്ല. ഞാൻ വളരെ ബിസി മനുഷ്യനാണ്, ധൃതിയുള്ള മനുഷ്യനാണ്, തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, 1 വർഷം കഴിയുമ്പോൾ അടുത്ത ട്രാൻസ്ഫർ, 2 വർഷം കഴിയുമ്പോൾ വേറൊരു ട്രാൻസ്ഫർ. ഒരാൾ പറഞ്ഞു 6 പ്രാവശ്യം ഞങ്ങൾ സ്കൂൾ മാറുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ കഥയാണ്. അപ്പോൾ നിങ്ങളുടെയും ചിലപ്പം പോരാട്ടം അതായിരിക്കാം, നിങ്ങളുടെയും യുദ്ധം അതായിരിക്കാം അല്ലേ. കൂടെ കിടക്കയും എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നത്. ഈ സമയം വന്നപ്പോൾ, യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ യോസഫ് എന്തു ചെയ്തു? ഞാൻ ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി 42-ൻ്റെ 9-ാമത്തെ വാക്യം. യോസഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസഫ് അവരെക്കുറിച്ച്
കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത്. അപ്പം നമ്മുടെയും ജീവിതത്തിനകത്ത് നിരന്തരമായി യുദ്ധം വരുമ്പോൾ 1, 2, 3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യോസേഫിന് യുദ്ധം വന്നു. ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. നിങ്ങളധികം പേരും പ്രസംഗിച്ചിട്ടുണ്ട്, മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? കൊച്ചുനാൾ ദൈവം ഒരു സ്വപ്നം കൊടുത്തു, പിന്നൊരു സ്വപ്നം കൂടെ കൊടുത്തു. സ്വപ്നക്കാരൻ്റെ മക്കൾക്ക് ദൈവം സ്വപ്നം കൊടുക്കുന്നു. യാക്കോബ് സ്വപ്നം കണ്ടു, അവൻ്റെ മക്കൾക്ക് ദൈവം സ്വപ്നം കൊടുത്തു. നിങ്ങളും സ്വപ്നം കാണുന്നവരായിരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്വപ്നം കൊടുക്കണം കേട്ടോ. ബിസിനസ്സിനാണോ സ്വപ്നം കൊടുത്താട്ടെ. മോനെ കൊച്ചു ബിസിനസ്സൊന്നുമല്ല, വലിയ ബിസിനസ്. മോനെ കൊച്ചു സഭയൊന്നുമല്ല, വലിയ സഭ. മോനെ ഒരു സഭയല്ല, ഒത്തിരി സഭകൾ അല്ലേ. നമുക്ക് ഇത്രയും ഭൂമി പോരാ, നമുക്ക് കുറച്ചുകൂടെ ഭൂമി. വലിയൊരു സ്വപ്നത്തിനുടമയായിരിക്കുക, സ്വപ്നം കാണുന്നവനായിരിക്കുക സ്വപ്നം കൊടുക്കുക. അമ്മയപ്പന്മാർക്ക് മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം MBBS ഡിഗ്രി അല്ല, ഒരു കാറല്ല, ഒരു വലിയ വീടല്ല. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഒരു സ്വപ്നമാണ്. എൻ്റെ മക്കൾക്ക് എനിക്ക് കൊടുക്കാനൊന്നുമില്ല. എൻ്റെ കുറച്ച് ജുബ്ബായുണ്ട്, കുറച്ച് പാൻറ്റുണ്ട്, ഒരു ജോഡി ചെരുപ്പുണ്ട്, ഒരു ജോഡി ഷൂസുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. അല്ല, ഞാൻ അവർക്ക് ഏറ്റവും വലിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിശുദ്ധ ജീവിതത്തോടു കൂടിയുള്ള സ്വപ്നം. വിശുദ്ധ ജീവിതത്തോടു കൂടിയുള്ള സ്വപ്നം. വിശുദ്ധിയുള്ള കൈകൾ, വിശുദ്ധിയുള്ള തലച്ചോറ്, വിശുദ്ധിയുള്ള കണ്ണ്, വിശുദ്ധിയുള്ള ചെവി. പിന്നെ ഞാൻ പറയാനേ പറ്റി അല്ലേ. എന്നിട്ടൊരു സ്വപ്നം, വലിയൊരു സ്വപ്നം. യോസഫ് സ്വപ്നം കണ്ടു. എന്നിട്ട് എന്ത് പറ്റി? 17-ാമത്തെ വയസ്സിൽ സഹോദരന്മാർ തുണി വലിച്ചു പറിച്ചു. അന്നത്തെ കാലത്ത് അണ്ടർവെയറൊന്നുമില്ല. അവിടെ കിടന്ന വല്ല പഴം തുണിയോ എന്തെങ്കിലും യാർഡിൻ്റെയൊക്കെ എവിടെയെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അത് മുറിവൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ കെട്ടാനായിട്ട് കുറച്ച് പഴം തുണിയൊക്കെ കാണും. അതുവല്ലം കൊടുത്തു കാണും. ഒരു കൗവീനം പോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് കിണറ്റിനകത്ത് ഇട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതാണ്. ആ കിണറ്റിനകത്തൊന്ന് വലിച്ചെടുത്തിട്ട് പിന്നെയും പോയത് ഇവിടെ ഒരു അടിമയായിട്ട്. പക്ഷേ അവൻ കാത്തിരുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചോ നമുക്കറിയാം. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു അല്ലേ. ഒരു സ്വർഗസ്ഥനായ ദൈവം അവനെ സിംഹാസനത്തിലെത്തി, അവനവിടുത്തെ പ്രധാനമന്ത്രിയായി. ദേശത്ത് ക്ഷാമം വന്നു, സുഭിക്ഷത വന്നു, പിന്നെ ക്ഷാമം വന്നു. ആളുകളൊക്കെ ധാന്യം വാങ്ങിക്കാനായിട്ട് വന്നു. അവൻ്റെ സഹോദരന്മാരും വന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. എന്താ കാര്യം? അവർക്ക് അന്നത്തെ കാലത്ത് ഈ മിസ്രൈമിലുള്ള വലിയ അധികാരികൾക്ക് വലിയൊരു മുടിയുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് കാണാം. വലിയൊരു മുടി, ആ മുടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അവർ സംസാരിച്ചതും ഒരു ഇൻ്റർപ്രറ്ററിൻ്റെ സഹായത്തോടെയാണ്. അവൻ അവരുടെ ഭാഷ അറിയാം. 17 വയസ്സിൽ അവിടെ ജീവിച്ചില്ല. അവർ പറയുന്ന അവനറിയാം, പക്ഷേ അവൻ അഭിനയിച്ചു എനിക്കിതൊന്നും അറിയത്തില്ല. അതുകൊണ്ടൊരു ഇൻ്റർപ്രറ്ററെ വിളിച്ചു, പറഞ്ഞു എന്തോ അവർ പറയുന്നത്. അതുകൊണ്ട് അവരറിഞ്ഞില്ല, പക്ഷേ അവൻ അറിഞ്ഞു. ഇനി എന്ത് പറയും? ഈ 13 വർഷം, 17 വർഷം മുതൽ 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, അല്ല പിന്നെ കുറച്ച് 1, 2, 3 വർഷം കൂടെ, അല്ല പിന്നെ കഴിഞ്ഞു. 13, 7, 20, 13, 7, 20, ഏകദേശം 22 വർഷം, അല്ലെ 7 വർഷത്തെ സുഭിക്ഷത, പിന്നെയാണ് ദാരിദ്ര്യം. ഏകദേശം 23 വർഷത്തോളം അവൻ ഈ കഷ്ടമൊക്കെ സഹിക്കാൻ കാര്യം എന്താണ്? അവനൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്വപ്നം പൂർത്തിയാകുന്ന ദിവസം വരും. അവൻ്റെ സഹോദരന്മാർ മുമ്പിൽ വന്നു, അവൻ്റെ സ്വപ്നം ഓർത്തു. അതായിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വപ്നത്തെപ്പറ്റി ഓർക്കണം. വലിയൊരു സഭ, ദൈവം തന്ന സ്വപ്നം. നിങ്ങളുടെ സ്വപ്നമായിരുന്നാൽ പോരാ, ദൈവം തന്ന സ്വപ്നം. നിങ്ങളുടെ സ്വപ്നമാണെങ്കിലും ദൈവം അതിനകത്ത് ഒപ്പിട്ട് തരണം. ഞാൻ നേരത്തെ പ്രസംഗിച്ചുകൊണ്ട് ആ വിഷയം. ദൈവം ഒപ്പിട്ട് തരണം. വലിയൊരു വീട് ദൈവം ഒപ്പിട്ട് തരണം. വലിയൊരു ഫാക്ടറി ദൈവം ഒപ്പിട്ട് തരണം. വലിയൊരു ഡിഗ്രി IAS ദൈവം ഒപ്പിട്ട് തരണം. വലിയൊരു കോളേജ് സ്ഥാപിക്കണം, ദൈവം ഒപ്പിട്ട് തരണം. ഹല്ലേലൂയ. അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. അവൻ്റെ ഫോക്കസ് അതിലായിരുന്നതിനാൽ അവന് പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ, പിന്മാറിപ്പോകാൻ അവസരം കിട്ടിയപ്പോൾ, വേണ്ട ഞാൻ നിർത്തിക്കളയാമെന്ന് പറഞ്ഞിരിക്കാനും ഒന്നും ചെയ്തില്ല. എന്താ? അവൻ്റെ സ്വപ്നം, അവൻ്റെ ഫോക്കസ് ആയിരുന്നു. മോശ വാഗ്ദത്ത നാട്ടിലോട്ട് പോവാണ്. എത്ര വർഷമാണ്? 40 വർഷം മരുഭൂമി നടന്നു. മറ്റേ ഒക്കെ പോട്ടെ, 80 വർഷത്തേക്ക് മാറ്റി നിർത്താം. 40 വർഷം നടക്കുക. ക്ഷീണിക്കാഞ്ഞ് എന്താ? തിരിച്ചു പോകാഞ്ഞ് എന്തുകൊണ്ടാണ്? അവന് സ്വപ്നം ഉണ്ടായിരുന്നു. വാഗ്ദത്ത നാട്ടിൽ എനിക്ക് എത്തണം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ കൊണ്ടുവരണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം, സഭയിലെ ജനം. എനിക്കൊരു വാശിയാണ് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ. ഞാൻ പ്രസംഗിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയല്ല. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ ശുപാർശ പറയണമെന്ന് വിചാരിച്ചിട്ടുമല്ല. ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ഒറ്റ വിധമുള്ളൂ, എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എന്നേക്കാൾ മുമ്പിൽ സ്വർഗത്തിലായിരിക്കണം. ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിശ്വാസികൾക്ക്. എൻ്റെ ലക്ഷ്യം അതാണ്.
നിങ്ങൾ എന്നേക്കാൾ മുമ്പിലായിരിക്കണം. മോശയ്ക്ക് ആ ഒരു 40 വർഷം അവൻ മരുഭൂമിയിലൂടെ നടന്ന് അവൻ തിരിച്ചു പോകാതെ ഓട്ടം നിർത്താതെ ഇരുന്നതിൻ്റെ കാരണം അവന് ഒരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട്. ഫോക്കസിനകത്തൊന്നും അവൻ മാറിയില്ല. നെഹമ്യാവ് സ്വപ്നം കണ്ടു. എന്താണ്? മതിൽ പണിയണം. ദൈവം ഒപ്പിട്ട് കൊടുത്തു. അവൻ്റെ സ്വപ്നം ദൈവം ഒപ്പിട്ട് കൊടുത്തു. അവൻ നടന്നു. തിരിഞ്ഞു കുതിരപ്പുറത്തൊക്കെ ആയിരിക്കും വന്നത്. എന്നാലും മരുഭൂമിയിലൂടെ വെയിലുമൊക്കെ കൊണ്ട് നടക്കുവാണ്, ഓടുവാണ്. കുതിരപ്പുറത്തൊക്കെ വരികയാണ്, കഴുതപ്പുറത്തൊക്കെ വരികയാണ്. മൃഗത്തിന് എന്തിനാണ്? എനിക്കവിടെ എത്തണം, എനിക്കതിന് ചുറ്റും മതിൽ പണിയണം. ഹല്ലേലൂയ. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മക്കളെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കണം. അവർക്ക് വേണ്ടി കുറച്ച് സ്വത്തൊക്കെ ഉണ്ടാക്കി വെക്കണം. എനിക്ക് കുറച്ച് ആത്മാക്കളെ നേടണം. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. നെഹമ്യാവിൻ്റെ ലക്ഷ്യം എനിക്ക് മതിൽ പണിയണം. അതുകൊണ്ട് അവൻ നടന്നു. അവൻ നടപ്പ് പൂർത്തിയാക്കി. അവൻ്റെ ലക്ഷ്യവും പൂർത്തിയാക്കി. യുദ്ധം കൂടുന്ന സമയത്ത്, കാഠിന്യം കൂടുന്ന സമയത്ത് ഫോക്കസ് മാറരുത്. യുദ്ധത്തിൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ ഒരു യുദ്ധം, അടുത്ത യുദ്ധം, അടുത്ത യുദ്ധം, അടുത്ത യുദ്ധം, അടുത്ത യുദ്ധം, അതിൻ്റെ ഫ്രീക്വൻസി കൂടിയാലും, അതിൻ്റെ എണ്ണം കൂടിയാലും, അതിൻ്റെ കാഠിന്യം കൂടിയാലും നിൻ്റെ ഫോക്കസ് നീ മാറ്റരുത്. ആ യുദ്ധത്തിൽ തന്നെ ആയിരിക്കുക. എന്നിട്ട് നീ യുദ്ധം ചെയ്യണം. നിൻ്റെ യുദ്ധം നിൻ്റെ അമ്മ ചെയ്യത്തില്ല, നിൻ്റെ യുദ്ധം നിൻ്റെ അപ്പൻ ചെയ്യത്തില്ല, നിൻ്റെ യുദ്ധം നിൻ്റെ പാസ്റ്റർ ചെയ്യത്തില്ല. നിൻ്റെ യുദ്ധം നീ തന്നെ ചെയ്യണം. വിശുദ്ധിയുള്ള കരങ്ങളോടെ ചെയ്യണം. അല്ലേ? എവിടെയെങ്കിലൊക്കെ യുദ്ധത്തിനകത്ത് തോറ്റുപോയാൽ നമുക്ക് വേദനകത്ത് എത്രയോ ഉപദേശങ്ങളുണ്ടല്ലേ? അല്ലേ? എത്രയോ ആഖാൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അല്ലേ അവർ ചിന്തിച്ചു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ യുദ്ധം ചെയ്തിട്ടൊന്നും ജയിക്കുന്നില്ലല്ലോ, എന്താ കാര്യം? എൻ്റെ കൈക്കകത്ത് പാപം സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ കൈക്കകത്ത് മനസ്സിലായല്ലോ അല്ലേ? സ്ത്രീകൾ പുരുഷന്മായിട്ടുള്ള ബന്ധത്തിനകത്ത് പാപം സംഭവിച്ചു പോയിട്ടോ? തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. എവിടെയെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. തെറ്റ് പറ്റിയെന്ന് വരാം. ഞാനൊരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തു. ഞാനത് നടത്തിയത് സായിപ്പാണ് അവിടെ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ എൻ്റെയൊക്കെ പറഞ്ഞു, പാസ്റ്റർ എൻ്റെയൊക്കെ പറഞ്ഞു, എൻ്റെ മോളൊന്ന് ഗർഭിണിയായിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല, തെറ്റ് പറ്റിയോ? ചെയ്യാൻ പാടില്ല, തെറ്റ് പറ്റാൻ പാടില്ല. പക്ഷെ തെറ്റ് പറ്റിയെങ്കിൽ ദൈവത്തോട് നീ ക്ഷമ ചോദിക്കണം. കർത്താവേ, തെറ്റ് പറ്റിപ്പോയി. ഈ പാപം എൻ്റെ മേൽ നിലനിൽക്കരുതേ. ഈ പാപം എൻ്റെ മക്കളുടെ മേൽ നിലനിൽക്കരുതേ. ഞാനൊരിക്കൽ ഒറീസയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് രോഗികൾക്കായിട്ടൊക്കെ പ്രാർത്ഥിച്ചു. എല്ലാവരും പോയി. അത്ഭുതങ്ങളുടെ പ്രവാഹമായിരുന്നു. ആദ്യകാലത്ത് ഒത്തിരി അത്ഭുതം നടക്കുമായിരുന്നു. ഇപ്പോൾ അത്രയും നടക്കുന്നില്ല, എനിക്കറിയാം. ഒത്തിരി അല്പങ്ങൾ നടന്ന് എല്ലാവരും പോയി. ഞാൻ നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീയും ഒരു കൊച്ചിനെയും പിടിച്ചൊരു കൊച്ചിന് കരയുന്നുമുണ്ട്. ഇവിടെ നിൽപ്പുണ്ട്. വലിയ കൊച്ച് കരയുന്നു, മറ്റേ കൊച്ചിനെ തോളിലിട്ടിരിക്കുന്നു. അവിടെ വെച്ചിരിക്കുന്ന ഹരിക്കെയിൻ ലാമ്പ്, പഴയ കാലത്ത് റാന്തൽ എന്ന് പറയും, അതിൻ്റെ തണലിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ മുമ്പോട്ട് വരാഞ്ഞേ? ആ സ്ത്രീയും ഇങ്ങനെ ചെറികളൊക്കെ കടിച്ചു കരയുക. ചെറിയ കടിച്ചു പിടിച്ചതിനൊരു കാരണമുണ്ട്. വെറ്റ മുറുക്കിയത് ഞാൻ കാണാതിരിക്കാൻ, ലജ്ജ കൊണ്ടാണ്. നിൻ്റെ ജീവിതം മറ്റുള്ളവർ കാണാത്തതുപോലെ ലജ്ജിക്കത്തക്ക വിധം നയിക്കരുത് കേട്ടോ. ആ സ്ത്രീ കരയാണ്. ദൈവം എനിക്ക് കാരണം മനസ്സിലാക്കി തന്നു. ഞാൻ പോയി ചോദിച്ചു, കുഞ്ഞെ, നീ കരയുന്നത് നീ ചെയ്ത തെറ്റുകൾ നിൻ്റെ ഈ കുഞ്ഞ് 2 പെൺകുഞ്ഞുങ്ങൾ അവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല ആന്നു. മനസ്സിലായോ? ജീവിതം ഒരു യുദ്ധമാണ്. ഇതിനകത്ത് ചിലപ്പോൾ തെറ്റ് പറ്റിയെന്ന് വരാം, നിനക്ക് തെറ്റ് പറ്റിയെന്ന് വരാം. പക്ഷേ ആ സമയത്ത് നീ ഒരിക്കലും നിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. ആ സമയത്ത് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. വിശുദ്ധിയുള്ള കരങ്ങളോടെ, വിശുദ്ധിയുള്ള കണ്ണുകളോടെ, വിശുദ്ധിയുള്ള ചെവികളോടെ, വിശുദ്ധിയുള്ള കാലുകളോടെ, വിശുദ്ധിയുള്ള തലച്ചോറിനോടെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, മനുഷ്യരോട് നിരപ്പ് പ്രാപിച്ച് മുമ്പോട്ട് പോകണം. ഫോക്കസ് മാറരുത്. എന്താണ് ഫോക്കസ്? എനിക്ക് സ്വർഗത്തിലെത്തണം. എന്താണ് നിൻ്റെ ഫോക്കസ്? എനിക്ക് എൻ്റെ കുടുംബത്തെ, മക്കളെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം. എന്താണ് നിൻ്റെ ഫോക്കസ്? എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. 2, നമ്മുടെ ഫോക്കസ് എത്താതിരിക്കാൻ, നമ്മുടെ ഫോക്കസ് തെറ്റിക്കാനായിട്ട് പിശാച് തരുന്ന രണ്ടാമത്തെ തീയമ്പ് മുറിവേൽപ്പിക്കും. മുറിവേറ്റ് കഴിയുമ്പോൾ രക്തമൊലിക്കും, വേദനയുണ്ടാകും, ശരീരവും മനസ്സും ബലഹീനമാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്ന് വിചാരിക്കുന്നു.
നമ്മുടെ രക്തം പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് തണുപ്പടിക്കും. ഡോക്ടറുടെ കിടക്ക് ചോദിച്ചാൽ മതി. എനിക്കറിയാം, നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും, തണുപ്പടിക്കും. ഇതൊക്കെ നിനക്ക് സംഭവിച്ചെന്ന് വരാം. നിൻ്റെ രക്തം പോയി കഴിയുമ്പോൾ നിൻ്റെ ശരീരവും മനസ്സും ബലഹീനമായെന്ന് വരാം. നിൻ്റെ വേദന കാരണം അല്ലേ? നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോഴിതൊന്നും ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ദിവസം നിങ്ങളെ ശത്രു മുറിവേൽപ്പിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം, നിങ്ങളുടെ അപ്പനായിരിക്കാം, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളായിരിക്കാം, നിൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്ത വ്യക്തിയായിരിക്കാം. ദോഷം ചെയ്തെന്ന് വരാം കേട്ടോ. ഇല്ല, നിങ്ങൾ സ്വയമായിട്ടൊരു അബദ്ധം ചെയ്തതായിരിക്കാം. നിങ്ങൾ സ്വയമായിട്ട് അബദ്ധം പറ്റാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അബദ്ധം പറ്റിപ്പോയി. അന്നേരം എന്ത് ചെയ്യണം? ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ആരോടാണോ ഇത് വലിയ പ്രയാസമാണ്, ചെയ്യാൻ പ്രയാസമാണ്. ആരോടാണോ തെറ്റ് ചെയ്ത് അവരോട് ക്ഷമ ചോദിക്കണം. ഒരാളിനെ ദൈവഭാഗത്ത് നടത്തി, ഒരു ഉദാഹരണം പറയുകയാണ്. അയാളെ കോളേജിൽ അയച്ച് പഠിപ്പിച്ചു. പക്ഷേ തിരിച്ചു വന്ന് വെച്ച് പറയാം, ഇല്ലയോ, അയാളാണ്ട് വലിയ കാര്യം ചെയ്തോ, വല്ലപ്പോഴും ഒക്കെ അതുള്ളൂ. മുഴുവൻ ചിലവ് നിങ്ങളായിരിക്കാം വഹിച്ചത്. സാരമില്ല, നിങ്ങൾക്ക് മുറിവേൽക്കും. ആ സമയത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ വേറൊരാൾക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം, മനുഷ്യരോടും ക്ഷമ ചോദിക്കണം. ആത്മാർത്ഥ സ്നേഹിതർ ചതിച്ചെന്ന് വരാം, ആത്മാർത്ഥ സ്നേഹിതർ കൈവിട്ടു എന്ന് വരാം, ഭാര്യയെ വിട്ടിട്ട് പോയെന്ന് വരാം, ഭർത്താവ് വിട്ടിട്ട് പോരാ, മക്കളിട്ട് പോരാ. അതൊക്കെ ഇന്ന് സംഭവിക്കുന്നുണ്ട് അല്ലേ? ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോന്നു അല്ലേ? നിങ്ങളെ ആരെങ്കിലും മുറിവേൽപ്പിച്ചാൽ ചിന്തിക്കണം, ഞാനും ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? വേദപുസ്തകം പറയുന്നു, നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് തിരികെ കിട്ടും അല്ലേ? പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് കാണാം, പൗലോസിനെ ആളുകൾ കല്ലെറിഞ്ഞു. എന്താ കാര്യം? വേറൊരാൾ കല്ലെറിഞ്ഞപ്പോൾ സ്തേഫാനോസിനെ കൂട്ടുന്നതാണ്. അപ്പം നീയും വേറൊരാളിനെ വേദനിപ്പിച്ചാൽ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ മോടെ കല്യാണം മുടങ്ങിപ്പോയി. ചിന്തിക്കണം, ഞാൻ ആരുടെയെങ്കിലും കല്യാണം മുടക്കിയോ? വിചാരിക്കാം, ഒരാൾ കയറി വന്നു നിങ്ങൾക്ക് ചോദിച്ചു, നിങ്ങളുടെ അപ്പുറത്തൊരു തോമസ് സാറുണ്ടല്ലോ, ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മോളുണ്ടല്ലോ, പിന്നെ കോളേജ് പ്രൊഫസർ, എൻ്റെ മോനുമായിട്ടൊരു കല്യാണ ആലോചനയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? നിങ്ങൾക്ക് തോമസ് സാറിനെ ഇഷ്ടമല്ല. അതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ അതിര് മാന്തി എന്നൊരു വിചാരം, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു അപവാദം പറഞ്ഞെന്നൊരു വിചാരം. ആരാണ്ട് പറഞ്ഞതാണ്, അത് ചെയ്തോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താ പറയാം? നല്ല പെണ്ണാണ് കേട്ടോ, പക്ഷേ വേറെ ഏതെങ്കിലും നല്ല കല്യാണം വേറെ വല്ലതും വരുന്നെങ്കിൽ അത് നടത്തുന്നതാണ്. നിങ്ങൾ ദോഷം വല്ലതും പറഞ്ഞോ? നിങ്ങൾക്ക് വേണോ? ഞാൻ ദോഷമൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് പറയാനൊരു കാരണവും കാണും. നിങ്ങൾ വിതച്ചത് നിങ്ങൾക്ക് കൊയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിന്തിക്കണം, ഞാൻ എന്തെങ്കിലും വിഷവിത്ത് വിതച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ഭൂമിയിലേക്ക് ഞാൻ വിഷവിത്ത്, അവരുടെ സഭയിലേക്ക്, അവരുടെ സുവിശേഷ വേലയിലേക്ക് വേണ്ടി എനിക്ക് ആദ്യം മുതലൊരു തീരുമാനമുണ്ട്. ഞാൻ വേറൊരു സഭയിലെ വിശ്വാസികളെ എടുക്കത്തില്ല. അവർ ചിലർ തന്നെത്താനെ വന്ന് കയറിയെന്ന് വരും, അതൊക്കെ നമുക്ക് പറയാനൊക്കത്തില്ല, ഇങ്ങോട്ട് വരാനൊക്കത്തില്ലത്. പക്ഷേ അവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, സുവിശേഷ വേലക്കാർ എടുത്തിട്ടില്ല. ഒരിക്കൽ ഒരു സംഘടന എൻ്റെ സുവിശേഷ വേലയെന്ന് 1-2 പേരെ എടുത്തു, എനിക്ക് ശരിയായിട്ട് ഓർമ്മ വരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവരുടെ വൈസ് പ്രസിഡൻറ്റും ഒരു കൂട്ടം പാസ്റ്റർമാരും കൂടെ എന്നോട് ചേരാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞോ, ഞാനിവിടെ വരാം, നിങ്ങളെ തമ്മിൽ വേണമെങ്കിൽ ഞാൻ രമ്യപ്പെടുത്താം, ഞാനിവിടെ വരാം, ഞാൻ സഹായിക്കാം. കാരണം എന്താണ്? ഞാൻ വിതയ്ക്കുന്നത് ഞാൻ കൊയ്യുമെന്ന് എൻ്റെ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, നിങ്ങളും ചെയ്യരുത്. അത് എവിടെയെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. അത് വലിയ പ്രയാസമാണ് കേട്ടോ. നമുക്ക് വിതറുന്നതായിട്ടുള്ള വിത്തുകൾ അനുഗ്രഹത്തിൻ്റേതായിരിക്കണം. മാത്രമല്ല, എവിടെയെങ്കിലും നിരപ്പ് പ്രാപിക്കണമെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ വിഷവിത്ത് വിതച്ചിട്ടില്ലായിരിക്കാം അല്ലേ? പിശാച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിഷവിത്ത് വിതയ്ക്കുകയായിരിക്കാം അല്ലേ? നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് തീയമ്പുകൾ എയ്യുന്നതാകാം. നിനക്ക് മുറിവേറ്റിരിക്കുന്നു, നിങ്ങൾ അതിവേദനയിലാണ്, നിങ്ങൾക്ക് രക്തമൊലിക്കുന്നുണ്ട്. ചിലപ്പോൾ നിനക്ക് ബഹുമാനത്തോടെ നീ എന്ന് പറയുകയാണ്, ഗുഹയിൽ ഒളിച്ചിരിക്കാൻ ആഗ്രഹം തോന്നും അല്ലേ? ഈ സമയത്തും നിൻ്റെ ഫോക്കസ് മാറിപ്പോകരുത്, അത് വ്യതിചലിക്കരുത്. പട്ടാളത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തോക്ക് പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉന്നം, നിൻ്റെ ഫോക്കസ് മാറിപ്പോകാൻ, കൈവിറയ്ക്കാൻ പാടില്ല. ഹല്ലേലൂയ.
നീ സഹിക്കുന്ന വേദന നിൻ്റെ ഫോക്കസിൻ്റെ സമനില തെറ്റിക്കാൻ ഇടയാകരുത്, അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ. നിൻ്റെ വേദന കാരണം നിന്നെ ഗുഹയിലേക്ക് തള്ളിവിടരുത്. എലിയ പോയില്ലയോ? എലിയായി തള്ളിവിട്ടില്ലയോ? അവൻ്റെ വേദന, പരിഭ്രമം, പേടി എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഏലിയായിക്ക് അത് വരാമെങ്കിൽ നമുക്കും വരാം. പേടി വരാം, രോഗം, വേദന, പ്രയാസം. ആളുകൾ അപവാദം പറയുന്നു, ഞാൻ ഈ പണി അങ്ങ് നിർത്തിയേക്കാമെന്നാ. ശല്യം ഇല്ലല്ലോ. ഇല്ല, നിർത്താനൊക്കത്തില്ല. എൻ്റെ ഫോക്കസ് അതാണ്. ഏലിയാടുകൾ ദൈവം എന്തോ പറഞ്ഞു, ഇറങ്ങി വാ, നീ അതിനകത്തിരിക്കുന്നു, നീ അങ്ങനെ ഇരിക്കാനുള്ളതാണല്ല, ബാക്കിയുള്ളവർക്ക് ഇരിക്കാം, നിനക്കിരിക്കാൻ പാടില്ല കേട്ടോ. കേട്ടോ ചായ, കേട്ടോ മാമേ, കേട്ടോ സഹോദര, കേട്ടോ സഹോദരി, പൊന്നുമോളെ കേട്ടോ, പൊന്നുമോനെ കേട്ടോ, നിർത്തരുത്, ദൈവദാസ കരുത്. ഹല്ലേലൂയ. അഥവാ ഗുഹയ്ക്കകത്തോട്ട് കയറിപ്പോയാൽ അതിവേഗത്തിൽ ഇറങ്ങി വരിക. ആസ് സൂൺ ആസ് പോസിബിൾ വേഗത്തിൽ ഇറങ്ങിയ അതിനെ അഭിമുഖീകരിക്കണം, ഫേസ് ചെയ്യണം. നിനക്ക് മുറിവുണ്ടായാൽ നിൻ്റെ ജീവിതം കുലുങ്ങാം, നിൻ്റെ പാളം തെറ്റാം, നിന്നെ കൺഫ്യൂഷനിലാക്കാം. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലയിടത്തൊക്കെ ചെല്ലുമ്പം ടെലിവിഷനകത്തൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, പണ്ടുണ്ടായിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ ചെല്ലുമ്പം കുഞ്ഞുങ്ങൾ ടെലിവിഷൻ കാണുമ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് കാണും. എനിക്ക് സമയമൊന്നുമില്ല എങ്കിലും ഈ ഗൾഫിലൊക്കെ പോകുന്ന, അത് അമേരിക്കയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുക. ഞാൻ എഴുതിയും വായിച്ചും അങ്ങ് തളർന്നു കഴിയുമ്പം കുഞ്ഞുങ്ങൾ ടെലിവിഷൻ കാണുമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കാണും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാംസാഹാരി എന്ന് പറഞ്ഞാൽ മറ്റ് മൃഗങ്ങളെ പിടിച്ചിട്ട് ഭക്ഷിക്കുന്നതായിട്ടുള്ള സിംഹം, കടുവ, പുലി, ഇതൊക്കെ പതിയിരിക്കുന്നത്. ഒരു സിംഹം ഒരിടത്ത് അനങ്ങാതെ എത്ര മണിക്കൂർ നിൽക്കാമെന്നറിയാമോ? 23 മണിക്കൂർ നിൽക്കാനൊക്കെ. ഒറ്റ ഒരിടത്ത് അനങ്ങാതെ നിൽക്കാം, അനങ്ങത്തില്ല നിൽക്കും. അത് ഇരകളെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, ഇര പിടിക്കുന്നത് ആൺസിംഹമാണോ പെൺസിംഹമാണോ? പെൺസിംഹമാണ്. ആൺസിംഹം നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പെൺസിംഹത്തിന് ഒക്കാതെ വന്നാൽ ഓടിച്ചെല്ലും. അതുകൊണ്ടാണ് ഇന്നും പല വീട്ടിലും പുരുഷന്മാർ ജോലി ചെയ്യാതെ പാസ്റ്ററുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. പാടില്ല കേട്ടോ. സിംഹമല്ല നമ്മൾ, സിംഹം നമ്മുടെ അകത്താണ്. നമ്മൾ സിംഹമല്ല, നമ്മുടെ വീട്ടുകാരനായിരിക്കണം, വേദപുസ്തകത്തെ പുരുഷനായിരിക്കണം. ഈ മൃഗം ഇങ്ങനെ നിൽക്കുകയാണ്. പുലിയാണെങ്കിലും ടൈഗറാണെങ്കിൽ, കടുവയാണെങ്കിലും സിംഹമാണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കും. അന്നേരമാണ് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ വരികയാണ്. ഇതിങ്ങനെ നോക്കി നിൽക്കും. കാട്ടുപോത്തുകൾ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്, കൂട്ടമായിട്ട് ഓടുകയാണ്. അതതിനകത്ത് നോക്കി നിൽക്കും. ഏറ്റവും പുറകിൽ വരുന്ന ഞൊണ്ടി നടക്കുന്ന മുറിവേറ്റ മൃഗത്തെ ലക്ഷ്യം അതിനെ പോയി പിടിക്കും. മനസ്സിലായോ? മുറിവേറ്റതിനെ വേട്ടയാടാൻ ലക്ഷ്യം വെക്കുന്നതാണ് ശത്രു. നീ മുറിവേറ്റാൽ എന്തു ചെയ്യണം? ഈ മുറിവിനെ പറ്റി എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. എനിക്ക് മുറിവ് പറ്റിയേ, എനിക്ക് മുറിവ് പറ്റിയേ, ഞാൻ പാപത്തിൽ വീണുപോയേ, ഇനി എന്നെക്കൊണ്ട് കൊള്ളത്തില്ലേ, എന്നെക്കൊണ്ട് ദൈവം ഉപയോഗിക്കത്തില്ലേ, എനിക്ക് ബുദ്ധിയില്ലേ, എനിക്ക് ഭരിക്കാനുമില്ലേ, എൻ്റെ ഓർമ്മശക്തി പോയേ, എനിക്ക് പ്രായമായേ. ഇല്ല. ഹല്ലേലൂയ. പിന്നെന്ത് ചെയ്യണം? അഥവാ നിനക്ക് മുറിവേറ്റാൽ വൈദ്യരെ പോയി കാണണം. ഏതാണ് വൈദ്യൻ? യേശുക്രിസ്തു. അവൻ്റെ അടുക്ക പോകണം. അവൻ നിന്നെ സുഖമാക്കും, നിൻ്റെ മുറിവ് കെട്ടും, അവൻ ചികിത്സിക്കട്ടെ. കൂട്ടത്തിലെ ഏറ്റവും പുറകിൽ പോകുന്ന മൃഗത്തെ എൻ്റെ കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ, അവൻ മുറിവ് കെട്ടി സൗഖ്യമാക്കി മുമ്പിലാക്കും. ഏറ്റവും പുറകിൽ നടക്കരുത് കേട്ടോ, ഏറ്റവും പുറകിലായി പോകരുത്, മുമ്പിലാകാൻ നോക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗത്തെപ്പറ്റി പറഞ്ഞ് ചിലരൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട്, എന്തോ ഉണ്ട് വിശേഷം? എന്താ പറയാനാ, നടുവിന് നല്ല വേദന, കാലിനും കുഴപ്പമൊന്നുമില്ല. പഴയ കാലത്ത് ഞങ്ങൾക്കൊരു പറച്ചിലുണ്ടായിരുന്നു, നെല്ലിക്ക ചാക്ക് തുറന്നിട്ടതുപോലെയാണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അധികം പേർക്ക് മനസ്സിലാകത്തില്ല. അവർ നെല്ലിക്ക കാണുന്നത് കടയിലിരിക്കുന്നതാണ് അല്ലേ? ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ നെല്ലിക്ക ചാക്കിനകത്താണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൻ്റെ ചാക്ക് അഴിച്ചും വെച്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറയാം. മിക്സിക്കകത്ത് കുറച്ച് പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഓൺ ചെയ്ത് അതുപോലെയാണ് അവർക്ക് ചോദിക്കാമെങ്കിൽ അവരുടെ വേദന, അവരുടെ അമ്മയുടെ വേദന, അവരുടെ അപ്പൻ്റെ വേദന, അവരുടെ ചേട്ടൻ്റെ വേദന, അവരുടെ പശു, ഇതെല്ലാമാണ് പറയുന്നത്. അല്ല, ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ പറ്റി പറഞ്ഞിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്തുകൊണ്ടാണ് ഇത് പറയാൻ പാടില്ലെന്ന് പറയാം? വിചാരിച്ചു ഒരിടത്തൊരു പാസ്റ്ററുണ്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ തന്നെ പറയാം. ഒരു പാസ്റ്ററുണ്ട്. പാസ്റ്ററുടെ ഭാര്യയുടെയൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചു, അമ്മാമ്മ എന്തോ ഉണ്ട് വിശേഷം? എന്താ പറയാൻ എൻ്റെ കുഞ്ഞ്, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് നടന്നു വരുന്ന ഉടനെ ഉണ്ടല്ലോ പടി ഇറങ്ങി വരുമായിരുന്നു. അന്നേരം എൻ്റെ കാലിനന്ന് ഒന്ന് വേച്ചു, എൻ്റെ കാൽ ഉളുക്കിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്ക് അനങ്ങാൻ വയ്യ, നടക്കാൻ വയ്യ കേട്ടോ. കേൾക്കുന്നവർ പറഞ്ഞ് വരുമ്പോൾ അവിടുത്തെ അമ്മാമ്മയുടെ കാലൊടിഞ്ഞു പോയി. അയ്യോ കിടപ്പായിപ്പോയി കേട്ടോ, ചാകാറായി, ഇന്നാണോ നാളെയാണോ എന്നറിയാം. അങ്ങനെ പറഞ്ഞു വരുന്നത്. ഞാൻ വലിയ ദൈവദാസന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊരിക്കലും അവരുടെ രോഗത്തെപ്പറ്റി പറയുന്നില്ല,
DGS ദിനകരൻ സോക്കറ്റിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഇല്ല. കെന്നത്ത് ഹാഗൻ രോഗത്തെപ്പറ്റി പറഞ്ഞാൽ അറിയാമോ? ഇല്ല. ജോൺ ഓസ്റ്റിൻ രോഗത്തെപ്പറ്റി പറഞ്ഞാൽ അറിയാമോ? അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ കിഡ്നി ശരിക്കും പ്രവർത്തിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ 30 മിനിറ്റ് പ്രസംഗം 25 മിനിറ്റായി, 20 മിനിറ്റായി. ആൾക്ക് മനസ്സിലായി ഏതാണ്ട് കുഴപ്പമുണ്ട്, പക്ഷെ അവരാരും അറിഞ്ഞില്ല. അദ്ദേഹത്തിന് ഇന്നർ സർക്കിളിലുള്ള പ്രെയർ ഗ്രൂപ്പിലുള്ളവർ മാത്രം, വേറെ ആരോടും പറയത്തില്ലെന്ന് അറിയാവുന്നവർ മാത്രം. പിന്നെ എൻ്റെ അടുക്കലും പറഞ്ഞു, ഇന്ത്യയിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞാട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ അടുക്കലും പറയാറുണ്ട്, വർഗീസ് പ്രാർത്ഥിക്കണം, ഇതാണ് എൻ്റെ പ്രശ്നം. ഹല്ലേലൂയ. നിൻ്റെ വേദനയെപ്പറ്റി നീ പബ്ലിസിറ്റി ചെയ്യുന്നവനായിരിക്കരുത്. പിന്നെയോ നിൻ്റെ നന്മയെപ്പറ്റി, ദൈവം ചെയ്തിട്ടുള്ള നന്മയെപ്പറ്റി പറയണം. ഹല്ലേലൂയ. അത് വേണം മാത്രം പറയാൻ, കേട്ടോ. അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ് മീഡിയക്കാർ കൊണ്ടുവന്ന് കഴിഞ്ഞു വെച്ചാൽ അവർ നെഗറ്റീവ് ന്യൂസായിട്ടിടും, അല്ലേ? അയ്യാടെ സഭ പൊളിഞ്ഞു, വേദന പൊളിഞ്ഞു, അവിടെ തീർന്നു, ഇനി അയാൾ തല പൊക്കത്തില്ല. എൻ്റെ കൊച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇനി തല പൊക്കത്തില്ല, അതുപോലെ അടിച്ചു പോയി. തല പൊക്കി. പിന്നെ ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞ്, വേറെ ആളുകളുടെ കാര്യം. എന്നെപ്പറ്റി പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ കാണത്തില്ല. ഹല്ലേലൂയ. എന്നെപ്പറ്റി നല്ല ചീത്ത കാര്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അത് മുഴുവൻ കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ എൻ്റെ വേറൊരാൾ പറയും, അതിനെപ്പറ്റി ഇന്നാര് പറഞ്ഞു, എന്തുവാ കുഞ്ഞെ പറഞ്ഞു, അത് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനത് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം, വേണ്ട, എനിക്കത് മുഴുവൻ അറിയണ്ട, എന്നെപ്പറ്റി എന്തുവാ ദോഷമാണ് എനിക്ക് ചിന്തിക്കാനൊക്കും. ഇയാൾ പറഞ്ഞു ഇതിനകത്ത് ദേ ആർ അൺപെയ്ഡ് വാച്ച് ഡോഗ്സ്. ദേ ആർ അവർ അൺപെയ്ഡ് വാച്ച് ഡോഗ്സ്. നോക്കണം, ഇതുമായിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഇതിനകത്ത് ശരിയാണോ, എവിടെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അവർ പറഞ്ഞ് നെഗറ്റീവായി നീ അറസ്റ്റിലായെന്ന് പറയും, തീരാരോഗമാണെന്ന് പറയും, നിൻ്റെ സഭ പൊളിഞ്ഞെന്ന് വരും. നിൻ്റെ മുറിവ് ദൈവത്തെ മാത്രം കാണിക്കുക. അല്ലെങ്കിൽ നിൻ്റെ ഫോക്കസിൽ നിന്ന്, നിന്നെ മുറിവേൽപ്പിക്കുന്നത് പിശാചാണ്, നിൻ്റെ ഫോക്കസിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട്. 3, കറങ്ങി നടക്കാൻ ഇടയാക്കും. പിശാചെ കറങ്ങി നടക്കാൻ ഇടയാക്കും. ചിലപ്പോൾ നീ അടുത്ത ഒരു തെറ്റായിട്ടുള്ള തീരുമാനം കൊണ്ടായിരിക്കാം, അല്ലേ? തീരുമാനം കൊണ്ട് ആയിരിക്കാം, അല്ലേ? എനിക്കറിയാം ഒരു ദൈവദാസൻ, അസാധാരണമായ ദൈവദാസൻ, അതുപോലൊരു ദൈവദാസനെ കിട്ടുന്നത് പ്രയാസമാണ്. എൻ്റെ കൂടെ കുറച്ച് നാൾ പ്രവർത്തിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞ് വെച്ച് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തിന് യോജിക്കാത്ത ഒരു കല്യാണം കഴിച്ചു, ഒരു അധ്യാപികയാണ്. പിന്നെ എവിടെ പോകുന്നത്? അധ്യാപികയുടെ ആവശ്യങ്ങളെല്ലാം ഒക്കത്തുള്ളൂ. അവർ പോകുന്നതിൻ്റെ പുറകെ പോയെങ്കിലെല്ലാം ഒക്കത്തുള്ളൂ. അസാധാരണ ബൈബിൾ നോളേജ്. യൗവനത്തിലെ മരിച്ചു, വഴി കിടന്നു, ശവശരീരം ഒരു കുഴി കിടന്നു. എങ്ങനെയാണ് സംഭവിച്ചെന്ന് പോലും ആർക്കും അറിയത്തില്ല. അപ്പം നമ്മുടെ തെറ്റായിട്ടുള്ള തീരുമാനത്തിനകത്ത്, ഹല്ലേലൂയ, നാം എല്ലാവരും സകലരും എത്ര വലിയ ആളുകളാണെങ്കിലും തെറ്റായിട്ടുള്ള തീരുമാനം എപ്പോഴെങ്കിലുമൊക്കെ എടുത്തു കാണും. അതുകൊണ്ട് കറങ്ങി നടന്നിട്ടുമുണ്ട്, അല്ലേ? ഇസ്രായേൽ ജനം തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുത്തതുകൊണ്ട് 21 ദിവസത്തെ യാത്ര 40 ദിവസം കൊണ്ടാണ് തീർന്നത്. 3ഓ 4ഓ തലമുറയാണ് നശിച്ചു പോയത്, ഒരു തെറ്റായിട്ടുള്ള തീരുമാനമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് തെറ്റ് ചെയ്തില്ല, തീരുമാനം എടുത്തില്ലയോ? കൂടെ വന്നവൻ്റെ തല മുട്ടയടിച്ചു. എന്തിനാ കാര്യം? ജനങ്ങളെല്ലാം ഹാപ്പി ആവാനായിട്ട്. ഇന്നും അങ്ങനെ പലരും ഉണ്ടല്ലയോ? രാഷ്ട്രീയക്കാർക്ക്, നമുക്ക് ചേരാൻ പാടില്ലാത്ത രാഷ്ട്രീയക്കാർക്ക് കൂട്ടുനിൽക്കും, മറ്റുള്ള ദുരുപദേശക്കാർക്ക് കൂട്ടുനിൽക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഹാപ്പി ചെയ്യാനല്ല നോക്കേണ്ടത്, വചനപ്രകാരം. പൗലോസ് പേടിച്ചു പോയിട്ടാണ്. നമുക്കെല്ലാവരും ഈ പൗലോസിന് വരാൻ നമുക്ക് വരാം. ഞാൻ പൗലോസിനെ താത്തിക്കെട്ടി പറയുകയല്ല. വേദോസിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇത് നമുക്ക് സംഭവിക്കാതെ ഇരിക്കാനാണ്. നിൻ്റെ ഭയത്തിൻ്റെ സമയത്ത് എൻ്റെയൊക്കെ വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ദുരുപദേശക്കാർ. ഒരാൾ പറഞ്ഞു പിശാചില്ല, നരകമില്ല, തീയുണ്ട്, ആ തീക്കകത്തോട്ടിടും, വൈക്കോൽ കത്തുന്ന പോലെ കത്തി തീർന്നു, പിന്നില്ല. വേറൊരാൾ വന്നു വെച്ച് പറഞ്ഞു പിതാവും പുത്രൻ പരിശുദ്ധാത്മാവില്ല, പുത്രൻ മാത്രമേ ഉള്ളൂ, യേശു മാത്രം. എൻ്റെ ബലഹീന സമയത്ത്, എൻ്റെ പൈസ ഇല്ലാത്ത സമയത്ത്, എൻ്റെ സഹോദരന്മാർക്ക് സപ്പോർട്ട് അയക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത്, നിൻ്റെ വേദനയുടെ സമയത്ത് കറങ്ങി നടക്കാൻ ഇടയായിത്തീരും. ദാവീദിന് അവിഹിത ബന്ധം, അത് ശരീരം കൊടുത്ത പ്രേരണയാണ്. സുന്ദരിയായ ഒരു പെണ്ണ്, ഞാനധികം വിശദീകരിക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ലടാ, സാരമില്ല, നമുക്ക് തങ്ങ് നേരെയാക്കാം, വിളിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് അബദ്ധം പറ്റിയില്ലയോ? യേശുവിനായിട്ട് ദൈവാലയത്തിൽ പോയി. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു വെച്ചോ, ആരാധനയെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവനവിടെ ഇരിക്കുകയായിരുന്നു. യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരു ദിവസത്തെ ദൂരം കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ രാവിലെ യാത്ര തുടങ്ങിയതാണ്. സന്ധ്യയായപ്പോൾ അവർ കൂടാരമൊക്കെ അടിക്കാൻ നേരം നോക്കിയത് യേശുവിനെ വിളിച്ചാട്ട ചപ്പാത്തി കഴിക്കാം. യേശു ഇല്ലല്ലോ. അയ്യോ, അവർക്ക് മനസ്സിലായി യേശു നമ്മൾ മറന്നുപോയി. അവർ തിരികെ പോയി. എപ്പോൾ പോയി? ഉടനെ പോയി, സന്ധ്യയ്ക്ക് തന്നെ പോയി. ഉടനെ പോകണം. യേശുവിനെ എവിടെയെങ്കിലും മറന്നു പോയെന്ന് വിചാരിച്ചാൽ, യേശു നമ്മൾ നിന്ന് അകന്നു പോയെന്ന് വിചാരിച്ചാൽ ഉടനെ തിരിച്ചു പോകണം.
എവിടെയാണ് മറന്നുപോയത്? ആ മന്ത്രവാദികളുടെ വീട്ടിലാണോ? ആ പെൺകുട്ടിയുടെ വീട്ടിലാണോ? ആ പുരുഷൻ്റെ വീട്ടിലാണോ? ആ കണക്ക് എഴുതിയപ്പോഴാണോ? ഞാൻ കോപിച്ചപ്പോഴാണോ? കൈ ഉയർത്തി അടിച്ചപ്പോഴാണോ? എവിടെയാണ് വീണ് പോയത്? പോകണം, തിരികെ പോകണം. അവർ തിരികെ പോയി. എത്ര ദിവസം തിരികെ പോകാൻ എടുത്തു? 3 ദിവസം. അകന്നു പോകാൻ 1 ദിവസം. തിരികെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ 3 ദിവസം. എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും നിനക്ക് തിരികെ പോകാൻ. പക്ഷേ അവർ ഉടനെ തിരികെ പോയി. ആനന്ദ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഉടനെ തിരികെ പോകണം. ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഉടനെ തന്നെ ലില്ലി അടിച്ചു കഴിഞ്ഞ് വെച്ച് ഓർമ്മ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ക്ഷമ ചോദിച്ചു. കള്ളക്കണക്ക് ഞാൻ എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ ഓർമ്മ. പക്ഷേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ അടുക്കൽ ഞാൻ മോശമായിട്ട് സംസാരിച്ചു. മൂത്ത മോൻ്റെ അടുക്കൽ 10ാം കൂട്ടായിരിക്കും സമയത്ത്. ഉടനെ തന്നെ ഞാൻ പോയി ക്ഷമ ചോദിച്ചു. നമ്മൾ അറിയുന്ന ഉടനെ തന്നെ തിരിച്ചു പോകണം. ഹല്ലേലൂയ. ചിലർ ഭാര്യയുടെയൊക്കെ പറയും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒക്കെ പറയും, തൻ്റെ ഇണയോട് പറയും, അല്ലെങ്കിൽ തുണയോട് പറയും, നമുക്ക് പിരിയരുത്. വേദപുസ്തകം പറയുന്നു ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. ദൈവം വേർപിരിയുന്നതിനെ വെറുക്കുന്നു. മലാഖി 3. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ ഇരിക്കണം. നിങ്ങൾ ഏത് സംഘടനയിലാണ് അവിടെ തന്നെ ആയിരിക്കണം. സംഘടന വിട്ട് മാറി നടക്കണം. മാറണമെങ്കിൽ ഒരിക്കലങ്ങ് മാറാം. മാറാൻ വാക്യമുണ്ട്. ഒരിക്കലങ്ങ് മാറാം. പക്ഷേ ഇന്ന് ഒരു വർഷം ഒരു ഫലിതം പറയട്ടെ, യഥാർത്ഥ സംഭവം. ഒരു വലിയ ദൈവദാസൻ, പേര് പറയത്തില്ല, അദ്ദേഹം ഇത് കാണത്തുമില്ല. അതാരാന്ന് ഞാനീ പറയുന്നത് അവർക്ക് ആദ്യം പേർക്ക് ആരെങ്കിലും അറിയത്തുമില്ല. എൻ്റെയൊക്കെ വന്നു വെച്ച് പറഞ്ഞു, വലിയ ഒരാളാണ്, കൺവെൻഷൻ പ്രസംഗനൊക്കെയാണ്, കേരളത്തിലെ മലയാളിയാണ്, വലിയ ആളാണ്. അത്ര വലിയല്ല എങ്കിലും ഒരു 40-45 വയസ്സാണ്. എൻ്റെയൊക്കെ വന്നു വെച്ച് പറഞ്ഞു, വർഗീസ് ബ്രദറിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞു, ബ്രദർ അയ്യോ ഇന്ന സഭയിലെ ഇന്നാരുടെ മോനല്ലയോ, അവിടുത്തെ കൺവെൻഷൻ പ്രസംഗനൊക്കെ ഇല്ലേ. പറഞ്ഞു, എൻ്റെ വേദപുസ്തകം പറയുന്നു സ്വർഗത്തിലെത്തണമെങ്കിൽ 10 സംഘടനയിലെങ്കിലും പ്രവർത്തിക്കണം. 7 എണ്ണമേ ആയോട് ഇനി 3 എണ്ണം കൂടെ വേണം. ഞാൻ പറഞ്ഞു, അതെവിടെ എഴുതിയിരിക്കുന്നത്? പറയാ, റിബേക്ക 10 ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയ യാത്ര ചെയ്തേ. അതുകൊണ്ട് ഞാൻ എന്നിട്ടാണ് മണവാളൻ്റെ അടുക്കൽ ചെന്നത്. ഇല്ലേ, വാചനമൊക്കെ കൂട്ടിവളച്ച് പറയുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ തന്നെ വിശ്വസ്തരായിട്ട് പ്രവർത്തിക്കണം. ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. അല്ല പിരിയേണ്ടത് ആവശ്യമാണോ? ഇനിയും പറയുന്നത് കേട്ടാട്ടെ. സ്നേഹത്തിൽ യാത്ര പറഞ്ഞ്, അതിന് വാക്യങ്ങളുണ്ട് കേട്ടോ. സ്നേഹത്തിൽ യാത്ര പറഞ്ഞ് അബ്രഹാമും ലോത്തും പിരിഞ്ഞതുപോലെ നമുക്കും വേണമെങ്കിൽ പിരിയാം. പക്ഷേ എന്നും പിരിഞ്ഞു നടക്കുന്നത് നല്ലതല്ല. ഉദാഹരണം പറയാം. ഞാൻ പട്ടാളത്തിലായിരുന്നു, ജോലി രാജിവെച്ചു, ഞാൻ പ്രവർത്തിക്കാനായിട്ട് പോയി. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ പാസ്റ്റർ കാശ്മീരിൽ 10 വർഷം പ്രവർത്തിച്ചു. 13 പേരെ കിട്ടി. ഞാൻ വേറൊരിടത്ത് ചെന്ന് കഴിഞ്ഞ് പ്രവർത്തിച്ചു. 1 വർഷത്തിനകത്ത് 100 പേരായി. എൻ്റെ പാസ്റ്റർ പറഞ്ഞില്ല, എന്നാൽ ഞാനും ഇനി ഇവിടം വിട്ടും വെച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും പോകാമെന്ന്. അദ്ദേഹം പോയില്ല. അദ്ദേഹം അവിടെ തന്നെ പ്രവർത്തിച്ചു. എന്ത് പറ്റിയെന്നറിയാമോ? വേണമെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് പുച്ഛമോ ഉണ്ടായോ, ചെറുതായിട്ടുണ്ടാകാതിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, എങ്കിലും മനസ്സിനകത്ത് പിശാച് കൊണ്ടുവരാതിരുന്നില്ല. പാസ്റ്റർക്ക് 13 പേരെ കിട്ടിയുള്ളൂ, എനിക്ക് 100 പേരെ കിട്ടി ദൈവത്തിൻ്റെ കൃപയാൽ എന്നൊക്കെ മനസ്സിനകത്ത് ചിന്ത വന്ന് കാണും. പക്ഷേ എൻ്റെ പാസ്റ്റർ മാറിയില്ല. അദ്ദേഹം മഹാനായിരുന്നു, നല്ല വേദപണ്ഡിതനായിരുന്നു. അദ്ദേഹം മാറിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചറിയാം? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം താമസിച്ചിരുന്ന ആ മണ്ണുകൊണ്ടുള്ള മുറിയിൽ, അതിനുശേഷം അദ്ദേഹം നല്ല വീടൊക്കെ വെച്ചു. ആ മുറിക്കകത്തുനിന്ന് 23 സംഘടനകളുണ്ടായി. നീ എവിടെയാണോ പ്രവർത്തിക്കുന്നത് ദൈവം നിൻ്റെ മാറാൻ പറയുന്നതിന് മാറരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. നിന്നെ കറങ്ങി നടക്കാൻ പിശാചിടയായി തരും. ഇനിയും വഴി ഏതാണെന്ന് നിനക്കറിയാമെങ്കിൽ വഴി ഉണ്ടാക്കുന്നവന്, ഗോ ടു ദ വേ മേക്കർ. അവൻ വഴി പണിയുന്നവനാണ്, അവൻ വഴി കാണിച്ചു തരുന്നവനാണ്, അവൻ വഴി വെട്ടി വരാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. എങ്ങനെ പണിയണമെന്ന് അറിയത്തില്ലയോ, ഗോ ടു ദ ആർക്കിടെക്റ്റ്. ഹല്ലേലൂയ. ഈസ് ദ ബിൽഡർ, ഈസ് ദ മാസ്റ്റർ ബിൽഡർ. അവൻ നിനക്ക് കൃപ തരും. എൻ്റെ അനുഭവം എല്ലാവർക്കും അറിയാം. എനിക്ക് വലിയ ബൈബിൾ കോളേജൊന്നും പഠിച്ചിട്ടില്ല, വേറെ ആരുടെയും വേല കണ്ട് പഠിച്ചിട്ടുമില്ല. എൻ്റെ പാസ്റ്റർക്ക് പോലും വേറൊരു സംഘടന ഇല്ലാത്തപ്പോഴാണ് ഞാൻ സംഘടന തുടങ്ങി. ഞാൻ വേറെ ആരുടെയും സംഘടന കണ്ടിട്ടില്ല. ഞാൻ കാശ്മീരിലാണ് ഉണ്ടായത്. പക്ഷേ ദൈവം എനിക്കൊരു കൃപ തന്നു. ഒരു സഭ കഴിഞ്ഞപ്പോൾ വേറൊരു സഭ സ്ഥാപിക്കണം, അത് കഴിഞ്ഞപ്പോൾ വേറൊരു സഭ സ്ഥാപിക്കണം. അങ്ങനെ കുറേ സഭകളൊക്കെ ആയി. ഇനി സഭയിലുള്ളവർക്കൊക്കെ അവരുടെ സഭയെല്ലാം വളരുണ്ടായോ. ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ദൈവം കൃപ തന്നത്. മിനി ക്രൂസൈഡ്. ഞങ്ങളാണ് ആദ്യം മിനി ക്രൂസൈഡ് നടത്തുന്നത്.
ആ സമയത്തെങ്ങും ആരും മിനി ക്രൂസൊന്നും കേട്ടില്ല. ഇപ്പോഴുണ്ട് മുറ്റത്തെ കൂട്ടായ്മ, മുറ്റത്തെ ആരാധന, മുറ്റത്തെ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത്. അന്ന് തുടങ്ങിയത് ദൈവം തന്ന കൃപയാണ്. ഞങ്ങളുടെ സംഘടന വളർന്നത് അതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഈസ് ആൻ ആർക്കിടെക്റ്റ്, ഈസ് ദ മാസ്റ്റർ ആർക്കിടെക്റ്റ്. അവൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരും, വഴി പറഞ്ഞു തരും. അവൻ ദൈവത്തിൻ്റെ ഒക്കെ പറയണം, ദൈവമേ എന്നെ വഴി കാണിച്ചു തരണമേ. അവൻ കാണിച്ചു തരുന്ന വഴി ചിലപ്പോൾ ഒരു ഭോഷത്വമാണെന്ന് നമുക്ക് തോന്നാം, അല്ലേ? ഉദാഹരണത്തിന് യഹോശഫത്ത്, അവൻ തെറ്റായിട്ടുള്ള കൂട്ടായ്മ കാരണം മരുഭൂമി ചെന്ന് പെട്ടു. തെറ്റായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പോകരുത്. എത്ര വലിയ ദൈവദാസനായാലും ദൈവദാസിയായാലും തെറ്റായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പോകരുത്. പോയാൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. അവൻ മരുഭൂമിയിൽ ചെന്നപ്പെട്ടു, വെള്ളമില്ല. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. പ്രവാചകങ്ങളോട് ദൈവം സംസാരിച്ചുകൂടെ കുഴി കുഴിച്ചാട്ടെ. മരുഭൂമി കുഴി കുഴിച്ചാൽ വെള്ളം കിട്ടുമോ? ഇല്ല. കിണർ കുഴിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. കിണർ കുഴിക്കാൻ അവർക്ക് സമയമുണ്ടോ? ഇല്ല. പറഞ്ഞു കുഴി കുഴിച്ചാട്ടെ. ഭോഷത്വമാണെന്ന് തോന്നി. പക്ഷേ അവർ കുഴി കുഴിച്ചു, അവരനുസരിച്ചു, കുഴി കുഴിച്ചു. ദൈവം അവരുടെ കുഴി നിറച്ചു കൊടുത്തു. ദൈവം പറയുന്നത് ഭോഷത്വമാണെന്ന് തോന്നിയാലും അത് ചെയ്യണം. ഭോഷത്വമാണെന്ന് തോന്നിയാലും ചെയ്യണം. 2 രാജാക്കന്മാർ 3:16-17 അത് പറയുന്നത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. കടം കയറി മുടിഞ്ഞ ഒരു സ്ത്രീ അവരുടെ മക്കളെ അടിമകളായിട്ട് കൊണ്ടുപോവുകയാണ്, 2 ആൺമക്കളെയും. അവൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവളോട് പ്രവാചകങ്ങളോട് സംസാരിച്ചു. നീ പോയിട്ട് ഇഷ്ടം പോലെ ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങിച്ചു, 10, 100, 200 എണ്ണം കുറഞ്ഞു പോരെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ വാങ്ങിച്ചുകൊണ്ട് വരണം. എൻ്റെ വീട്ടിൽ ഇച്ചിരി എണ്ണയുണ്ടെന്നല്ലേ പറഞ്ഞു, അതങ്ങ് ഒഴിച്ചാട്ടെ. വല്ലവരും ബുദ്ധിയുള്ളവരും വല്ലവരും ചെയ്യുമോ? ദൈവം പറയുന്നത് ഭോഷത്വമാണെന്ന് നിനക്ക് തോന്നാം. നിൻ്റെ ഫോക്കസിൽ നിന്നെ മാറ്റുവാൻ, ചേഞ്ച് ചെയ്യുവാൻ, നിൻ്റെ ഫോക്കസിൽ നിൻ്റെ ഉന്നം തെറ്റിക്കുവാൻ പിശാച് ശ്രമിക്കും. അത് പക്ഷേ ആ സമയത്ത് ചെയ്യരുത്. ദൈവം പറയുന്നത് അനുസരിക്കണം. ചിലപ്പോൾ നിന്നെ എങ്ങും എത്താതെ നടത്തും. നിൻ്റെ ഫോക്കസ് തെറ്റിക്കാൻ, ചുറ്റിക്കറങ്ങി നടക്കുവാൻ, മോടെ കല്യാണം നടക്കുവാൻ, മോൻ്റെ കല്യാണം നടക്കുവാൻ, മക്കളുണ്ടാകാൻ, സഭ വലുതാകാതിരിക്കുവാൻ, സംഘടന വലുതാകാതിരിക്കുവാൻ, പണമില്ലാതെ ഇരിക്കുവാൻ, സുവിശേഷ വിലയ്ക്ക് കറങ്ങി നടക്കാനിടയാക്കും. ചിലപ്പോൾ നടന്നു വരാം. പക്ഷേ അതൊരിക്കൽ തരുന്ന ഒരു കൊച്ചു യുദ്ധമായിരിക്കും. അതിനപ്പുറത്ത് ദൈവം കാര്യം സാധിച്ചു തരും. 4, കാത്തിരുന്ന് ക്ഷീണിക്കും. അതാ ഞാൻ പറഞ്ഞത് അല്ലേ, കാത്തിരുന്ന് ക്ഷീണിച്ചു. ഒത്തിരി നാൾ കാത്തിരിക്കുക. രൂപ വേണം, മോടെ കല്യാണം നടക്കണം, മോന് കുഞ്ഞ് വേണം, സഭ വലുതാവണം, ബൈബിൾ സ്കൂളിൽ വിദ്യാർത്ഥികളില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല. കാത്തിരുന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. പിശാചിൻ്റെ വേലയാണ്. പിശാചിന് താമസിക്കുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്യണം. അങ്ങനെ പറയുന്നുണ്ട്. ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 21-ാമത്തെ ദിവസം മറുപടി കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്നേരം നീ പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ മറുപടിയുമായിട്ട് വന്നതാണ്. പക്ഷേ ആ സമയത്താണ് പിശാച് എന്നെ തടഞ്ഞു നിർത്തി. എന്താ പിശാച് അങ്ങനെ തടഞ്ഞു നിർത്തി എന്നൊന്നും എൻ്റെയൊക്കെ ചോദിക്കരുത് കേട്ടോ. അറബിയയിലെ പ്രഭു പിശാച് എന്നെ തടഞ്ഞു നിർത്തി. പിന്നെ ദൈവത്തിന് മിഖായേലിനെ അയക്കേണ്ടി വന്നു. മിഖായേൽ വന്ന് അവനെ തോപ്പിച്ചിട്ട് പിന്നെ എന്നെ അയച്ചിരിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുത്തുവാൻ പിശാച് ശ്രമിക്കും. ആ സമയത്ത് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ വചനം എടുത്ത് വെച്ച് ധ്യാനിക്കണം. ആ സമയത്ത് ദൈവം നിനക്ക് മറുപടി തരും. ദൈവം നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഞാനൊരു പുസ്തകം എഴുതി പണ്ട്, അബ്രഹാം. ഇപ്പോഴാ പുസ്തകമില്ല, അബ്രഹാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ പോയി. കേരളത്തിലാണ്. അവിടെ പഠിപ്പിക്കാൻ പോയി. അവർക്കെല്ലാം അത്ഭുതമായി. ഞാൻ പുസ്തകം എഴുതി. ബൈബിൾ കോളേജിൽ പോയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പുസ്തകം എഴുതി. എൻ്റെ 2ാമത്തെ 3ാമത്തെ പുസ്തകമാണത്. അത്ഭുതങ്ങളുടെ താക്കോല് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അബ്രഹാമിൻ്റെ എൻ്റെ ഒക്കെ ഒരാൾ വന്ന് ചോദിച്ചു, അന്നത്തെ കാലത്തെ ഡിഗ്രിയാണ്, നല്ല ഡിഗ്രിയാണ് ബി ഡി. എൻ്റെ ഒക്കെ ചോദിച്ചാണ്, ബ്രദർ എന്തുവാ ബി ഡി ആണോ? ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബീഡിയും സിഗരറ്റും ഉണ്ടായിരുന്നു, ഇപ്പോൾ ബീഡി ഇല്ല. കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലെ ബൈബിൾ കോളേജാണ് ഏറ്റവും വലിയ ബൈബിൾ കോളേജ്. ഞാൻ ബൈബിൾ കോളേജിൽ വിശ്വസിക്കുന്നു. എനിക്ക് 12 ബൈബിൾ കോളേജുണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക്. എൻ്റെ മക്കൾ 5 പേരും ബൈബിൾ കോളേജിൽ പഠിച്ചാണ്. പക്ഷേ ബൈബിൾ കോളേജ് അല്ല നിനക്ക് അനോയിൻറ്റിങ് തരുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം തരുന്നതല്ല, നിനക്ക് അറിവ് തരുത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം തരുന്നത് കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിച്ചിട്ട് ധ്യാനിക്കണം. എന്നിട്ട് വചനം വിതയ്ക്കണം. കൺഫസ്, വചനം വിതയ്ക്കണം. പഠിച്ചിരിക്കുന്നത് എനിക്ക് സഭ വലുതും. എങ്ങനെയാണ് സഭ വലുതാവുന്നതിൻ്റെ വാക്യങ്ങൾ കണ്ടുപിടിക്കണം. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്,
പഴയ നിയമത്തിലും സഭയുണ്ടല്ലേ? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട് അല്ലേ? സഭ, മരുഭൂമിയിലെ സഭ, അതെങ്ങനെ വളർന്നത്? പുതിയ സഭ അതുകൊണ്ട് എൻ്റെ സഭ വളരും. എനിക്ക് കർത്താവ് കൃപ തരും, കർത്താവ് എനിക്ക് പരിജ്ഞാനം തരും, കർത്താവ് എനിക്ക് ബുദ്ധി തരും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ദൈവം എന്നെ സഹായിച്ചിട്ട് എൻ്റെ സഭ വലുതാവും. ആളുകളൊക്കെ കളിയാക്കും, ഓ നടക്കത്തില്ല. ഞാൻ കട്ടറായി പോയി പ്രവർത്തിച്ചവ എന്നെപ്പറ്റി പറഞ്ഞു, ഇയാൾ ഫോർണിപ്പാനം കൊണ്ടുള്ള പരിപാടിയാണ്, ഇത് നടക്കത്തൊന്നുമില്ല, ഇവിടെ സഭയൊന്നും സ്ഥാപിക്കത്തില്ല. സഭ സ്ഥാപിച്ചു അല്ലേ? ഒന്നൊന്നുമല്ല, ഇഷ്ടം പോലെ. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം വേറൊരാൾ നിൻ്റെ ഭാവി എഴുതുവാൻ നീ അനുവദിച്ചു കൊടുക്കരുത്. അവർ പറയുന്നത് നീ വിശ്വസിക്കരുത്. ഈ വചനം പറയുന്നത് വിശ്വസിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ചു, ആ ഭാഗത്ത് കിടക്കുന്നത്. ഈ വചനം പറയും, ഇത് ധ്യാനിക്കണം, ധ്യാനിച്ച് വചനം ഇത് പറയണം, എന്നെ ദൈവം അനുഗ്രഹിക്കും, എൻ്റെ സഭ വലുതായിത്തീരും, എനിക്ക് ആരോഗ്യമുണ്ടാകും, എൻ്റെ മോടെ കല്യാണം നടക്കും, എൻ്റെ മകൻ്റെ വിവാഹം നടക്കും, ഹാലലൂയ, എൻ്റെ മകന് കുഞ്ഞുങ്ങളുണ്ടാകും, എൻ്റെ മകന് കോളേജ് അഡ്മിഷൻ കിട്ടും, എൻ്റെ മോള് ഡോക്ടറായിത്തീരും, എൻ്റെ മക്കൾ സൂക്ഷിച്ച വേലക്കാരായിത്തീരും, ഹാലലൂയ. കൂടെ ജീവിതവും പരിശോധിക്കണം കേട്ടോ, പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കും. ഞാൻ എന്തോ പറഞ്ഞു? 1 പ്രാർത്ഥിക്കണം, 2 വചനം എടുക്കണം, 3 ധ്യാനിക്കണം, അത് വിതയ്ക്കണം. ഇത് വെറുതെ ഇരുന്നിട്ട് ഒക്കത്തില്ല. കോട്ടയത്തുള്ള ഒരു വലിയ കുടുംബത്തിലെ കത്തോലിക്കരാണ്, ഭക്തരാണ്, എല്ലാവരും ഭക്തരാണ്. അപ്പൻ ഭക്തൻ, അമ്മ അവർ കാരിസ്മാറ്റിക്കാരാണ്, അമ്മ ഭക്ത, മക്കൾ ഭക്തർ. ഇളയമോൻ MBAക്ക് പഠിക്കുകയാണ്. MBAക്ക് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു, ഒരു പെന്തക്കോസ്ത് സഭയിൽ ചെന്നു, അവിടെ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, തിരിച്ചു വന്നിരുന്ന് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അവിടെ ചെന്നു, എന്നെ ആ വീട്ടിൽ പോയി അവർക്ക് പരിചയമുള്ളൊരു മാനുണ്ട്, അവരോട് അവിടെ ചെന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ ഇളയ മോൻ മുറിക്കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, ചോദിക്കുമ്പോൾ പറയാം ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകാൻ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകും. വാക്യങ്ങളൊക്കെ എടുത്തിട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, എന്നെ ഉപയോഗിക്കും, വലിയ ആത്മാക്കൾ ഒത്തിരി പേരക്ഷിക്കപ്പെടും, വലിയ പ്രവർത്തനം നടക്കും. ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്തോ ചെയ്യുന്നു? ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരുമല്ല, വാ എൻ്റെ കൂടെ വാ. ഞാൻ കൊണ്ടുപോയിട്ടൊരു സ്ഥലത്താക്കി വലിയൊരു സഭയുണ്ടായി. നല്ലൊരു ഭാര്യയെ കൊടുത്തു, വിശ്വാസമുള്ളൊരു ഭാര്യയെ കൊടുത്തു, വാഹനം കൊടുത്തു. ഞാൻ പറയുന്നത് ജീവിതം പരിശോധിക്കണം. എവിടെയെങ്കിലും എൻ്റെ പ്രവർത്തനത്തിനകത്ത് ധാരാളമുണ്ടോ? എൻ്റെ കൈകൾ വിശുദ്ധമാണ്? എവിടെയെങ്കിലും അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് പ്രവർത്തിക്കാൻ വേണം. നമ്മുടെ മലയാളത്തിലുള്ള പഴയ പാട്ടുകളെല്ലാം എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനകത്തെല്ലാം ഒരു സ്റ്റാൻസായെങ്കിലും, ഒരു ഈരടിയെങ്കിലും ദുഃഖത്തിൻ്റെ ആയിരിക്കും അല്ലേ? അനുഗ്രഹത്തിന് അധിപതി. അദ്ദേഹം മഹാനാണ് കേട്ടോ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ കാല് കഴുകാൻ അനുവാദം ചോദിച്ചിട്ട് അനുവാദം തരാതിരുന്ന 2 പേരിൽ ഒന്ന് അദ്ദേഹമാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രായമുള്ളവരുടെയൊക്കെ കാല് കഴുകുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതും എൻ്റെ ചെറുപ്പകാലത്ത്. ഇപ്പോഴും കഴുകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കഴുകുന്നുണ്ട്. അദ്ദേഹം വലിയ അനുഗ്രഹത്തിൻ്റെ അധിപതി. അതിൻ്റെ അവസാനം മരണത്തെ പറ്റിയാണ്. അതുപോലെ നമ്മുടെ എല്ലാ പഴയ പാട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അധികവും ദുഃഖത്തിൻ്റെയാണ്. കാരണം അന്നൊക്കെ പ്രയാസത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ സായിപ്പന്മാരുടെ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇംഗ്ലീഷിനകത്തുള്ള പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ, ദുഃഖത്തിൻ്റെ ഒരു പാട്ടാണെങ്കിൽ അത് മുഴുവൻ അങ്ങ് ദുഃഖത്തിൻ്റെ ആയിരിക്കും. അതായിരിക്കും അതിനകത്ത് തീം. എന്നാൽ അത് കഴിഞ്ഞു വെച്ച് ഉണ്ടായ പാട്ടുകളൊക്കെ ഹല്ലേലൂയ വലിയ പാട്ടുകളൊക്കെ വരുമ്പോഴാണ് എന്നോട് പറയാം. എന്നാൽ അതിനുശേഷമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വന്ന ബ്രദറാണ് RSV. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? 1997 അത് ആദ്യത്തെ അനുഗ്രഹത്തിൻ്റെ തീമായിട്ടെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പാട്ടെഴുതി. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന വന്ന് നേരിടുന്ന സമയത്ത് കരയില്ല, ഞാൻ തളരുകയില്ല. ആദ്യത്തെ അനുഗ്രഹത്തിൻ്റെ തീമായിട്ടുള്ള പാട്ട് അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനിടയ്ക്കെങ്ങും കണ്ണുനീരിൻ്റെ പാട്ടുകളില്ല. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പാട്ട് 1998 വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്തിലെല്ലാം ചെയ്തിടും ഞാൻ, എനിക്കൊന്നും അസാധ്യമാകത്തില്ല. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ചേഞ്ച് യുവർ തോട്ട്. നിൻ്റെ ചിന്തകൾ മാറ്റിയെടുക്കുക, നിൻ്റെ സന്ദേശം മാറ്റിയെടുക്കുക. അയ്യോ പ്രയാസങ്ങളൊക്കെ വരും, പക്ഷേ അതിനപ്പുറത്തെന്ന് പറയും, ആ പ്രയാസത്തിനപ്പുറത്ത് അനുഗ്രഹമുണ്ട്. രോഗം വന്നെന്ന് വരാം, അതിനപ്പുറത്ത് രോഗശാന്തിയുണ്ട്. കഷ്ടത വന്നെന്ന് വരാം, ആ കഷ്ടതയ്ക്കപ്പുറത്ത് ഒരു ഉയർച്ചയുണ്ട്. പാടുക, ഉയർച്ച. ചേഞ്ച് യുവർ സോങ്. നിൻ്റെ പാട്ടുകൾ പാടുക. കാട്ടുകൾ പാടുക. കാത്തിരുന്ന് മടുക്കുന്ന സമയത്ത് നിൻ്റെ
ഫോക്കസ് മാറ്റാൻ പിശാച് ശ്രമിക്കും. അതുകൊണ്ട് കാത്തിരിക്കുന്നതിൻ്റെ സമയം, ദാനിയേലിൻ്റെ ജീവിതത്തിനകത്ത് 21 ദിവസം വരെ ഗബ്രിയേൽ വന്നിട്ട് ഗബ്രിയേലിനെ തടഞ്ഞു നിർത്തിയെങ്കിൽ നിൻ്റെയും പ്രാർത്ഥനയെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. നിരാശ നിന്നെ വന്ന് മൂടിയെന്ന് വരാം. ആ സമയത്ത് ഫോക്കസ് മാറരുത്. അപ്പോൾ നിൻ്റെ ചേഞ്ച് യുവർ ഫ്രണ്ട്സ്, നിൻ്റെ സ്നേഹിതരെ മാറ്റണം. നിന്നോട് എപ്പോഴും സംസാരിക്കുന്നവരുണ്ടല്ലോ, അവരെ മാറ്റിയെടുക്കണം. അവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, അവരെ മാറ്റിയെടുക്കണം. ചേഞ്ച് യുവർ തോട്ട്, നിൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കുക. ചേഞ്ച് യുവർ കൺഫെഷൻ, നിൻ്റെ ഏറ്റുപറച്ചിൽ മാറ്റിയെടുക്കുക. ചേഞ്ച് യുവർ സോങ്, നിൻ്റെ പാട്ടുകൾ മാറ്റിയെടുക്കുക. ജോസഫിനെ നോക്കിയാട്ടെ. ജോസഫ് സ്വപ്നം കണ്ടു, 2 പ്രാവശ്യം കണ്ടു. പക്ഷേ അവനെ ആളുകൾ ചതിച്ചു. അവൻ്റെ സഹോദരന്മാർ അവൻ്റെ വസ്ത്രം വലിച്ചെടുത്തു. അണ്ടർവെയർ ഇല്ലാതെ ഏതോ ഒരു കൊച്ചു തുണിയൊക്കെ കെട്ടി അവന്. പക്ഷേ അവൻ്റെ ഫോക്കസ് മാറിയില്ല. 13 വർഷം കഴിഞ്ഞിട്ടും ഫോക്കസ് മാറിയില്ല. അവൻ സിംഹാസനത്തിൽ ഇരുന്നിട്ടും അവൻ്റെ ഫോക്കസ് മാറിയില്ല. എൻ്റെയും നിൻ്റെയും ഫോക്കസ് ഒരിക്കലും മാറാതിരിക്കട്ടെ. എനിക്കൊരു ഫോക്കസുണ്ട്. എനിക്കൊരു വലിയ സഭ വേണം. എനിക്കൊരു ഫോക്കസുണ്ട്. എൻ്റെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെടണം. എനിക്കൊരു ഫോക്കസുണ്ട്. എൻ്റെ കുടുംബം ക്രിസ്തീയ കുടുംബമായിരിക്കണം. ക്രിസ്തീയ എന്ന് പറഞ്ഞാൽ മതത്തിലല്ല, വിശ്വാസത്തിനകത്ത്, ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 12:2 ഉൽപ്പത്തി പുസ്തകം. അന്ന് അബ്രഹാമിൻ്റെ പ്രായം 65-നും 70-നും ഇടയ്ക്കാണ്. ദൈവം പറഞ്ഞു വലിയ ജാതിയാക്കും. എന്നിട്ട് എന്താ പറ്റി? 65 കഴിഞ്ഞു, അല്ല പോട്ടെ 70 എന്ന് പറയാം. 71, 72, 73, എന്നിട്ട് എന്തോ പറ്റി? 80 എന്തോ പറ്റി? ഇല്ല 90 എന്തോ പറ്റി? 91, 92, 93, 94 എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. കാലം നീങ്ങുന്നു, ഇനി നടക്കത്തില്ല. എന്താ കാര്യം? കാത്തിരുന്നപ്പോൾ നിരാശ വരാം. ഫോക്കസ് മാറാം. ഇനിയും മക്കൾ എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഫോക്കസ് മാറാം അല്ലേ? സാറായുടെ മാസമുറയെന്ന് ഇനിയും നടക്കത്തില്ല. ദൈവം വന്നു കഴിയുമ്പോൾ പേര് മാറ്റി കൊടുത്തു. പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ മാറ്റാൻ പോവാണ്. നീ അനേക ജാതികളുടെ പിതാവെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ പേര് അബ്രഹാം എന്ന് മാറ്റുകയാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചോദിക്കുമോ എന്തോ അതിൻ്റെ പേര് അബ്രഹാം? മക്കളെത്ര ഉണ്ട്? ഇല്ല. ആളുകൾ ചിരിച്ചു. ആളുകൾ ചിരിക്കട്ടെ. സ്വപ്നമുള്ളവൻ്റെ സ്വപ്നത്തെപ്പറ്റി കേൾക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കട്ടെ. നിൻ്റെ പേര് കേൾക്കുമ്പോൾ ചിരിക്കട്ടെ. നിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി കേൾക്കുമ്പോൾ ചിരിക്കട്ടെ. പറയേണ്ടിയവരുടെ പറയാവൂ കേട്ടോ. അതിനും വേദവാക്യമുണ്ടല്ലോ, എല്ലാവരോടും പറയരുത്. അവർ ചിരിക്കട്ടെ. നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ വീട്ടിലൊരു ഭിക്ഷക്കാരുടെ സാറേ വലിയ ചരണേ സാറേ എല്ലാം തരണേ സാറേ, നിങ്ങൾ എവിടെ നിന്ന് വന്നാ? ഞാനങ്ങ് പുനലൂർ നിന്ന് വന്നാ. എന്തുവാ പേര്? ധനികൻ. നിങ്ങൾ ചിരിക്കത്തില്ലയോ? ബുദ്ധിമാൻ ചിരിക്കത്തില്ലയോ? കഴിവുള്ളവൻ ചിരിക്കത്തില്ലയോ? നിന്നെ നോക്കി ചിരിക്കട്ടെ. അബ്രഹാമിനെ നോക്കി ചിരിച്ചു. അബ്രഹാമിൻ്റെ പേര് നോക്കി ചിരിച്ചു. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ അവന് എതിരാമായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു, എൻ്റെ പേര് അബ്രഹാം എന്നാണ്, എൻ്റെ പേര് അബ്രഹാം എന്നാണ്. അവൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ പേര് അബ്രഹാം എന്നാണ്. എൻ്റെ മാസമുറ നിന്ന്, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ പേര് അബ്രഹാം എന്നാണ്. അനേക ജാതികളുടെ പിതാവ് സംഭവിച്ചു. ഹല്ലേലൂയ. നീയും പറഞ്ഞു ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ കൺഫെഷൻ, ചേഞ്ച് യുവർ ഡ്രീം. ഒക്കെങ്കിൽ ആ ഡ്രീമിന്, ആ സ്വപ്നത്തിന് കുറച്ച് നിറമൊക്കെ അടിച്ചാട്ടെ. കൂടെ മാറി അടിച്ചാട്ടെ. നല്ല നിറങ്ങൾ കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ താമസിക്കുമ്പോൾ നിൻ്റെ ഫോക്കസ് തെറ്റിക്കുവാൻ പിശാചിന് എളുപ്പമാണ്. നമുക്കെല്ലാവർക്കും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഫോക്കസ് മാറരുത്. പക്ഷേ ആ സമയത്തിന് ദൈവത്തെ പുഷ് ചെയ്യരുത്. എനിക്കിപ്പോൾ വേണം, നീ പറഞ്ഞതല്ലയോ, ഞാൻ അനേക ജാതികളുടെ പിതാവ്, എന്താ തരാത്തെ എന്ന് ദൈവത്തെ പുഷ് ചെയ്യരുത്. നിൻ്റെ തീഷ്ണത കാരണം ദൈവം പറയാത്തതായിട്ടുള്ള കാര്യം ചെയ്തെന്ന് വരാം. മോശ ചെയ്തു അല്ലേ? അവൻ്റെ തീഷ്ണത കാരണം. തീഷ്ണത ചിലപ്പോൾ നമ്മളെ ഭോഷത്വം കാണിക്കും. തിരുവല്ലായിക്കടുക്കൽ ഒരു സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നുപോയി, എനിക്കറിയാം. പാസ്റ്റർ TV ജോർജ് അമേരിക്കയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. ഇപ്പോഴും 4 തെങ്ങ് ഒന്നിച്ച് നിൽക്കുക. എന്താ കാര്യം? അത് പാകി കിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, കർത്താവ് പോയി ഇന്നലെ മാറ്റിയിട്ടില്ല. 4 തെങ്ങ് ഒന്നിച്ച് നിൽക്കുകയാണ്. അത് തീഷ്ണതയ്ക്കാണ്. അതുപോലെ തീഷ്ണതയ്ക്കകത്ത് നമ്മൾ പല തീരുമാനം. ഇനി ഞാൻ മരുന്നെടുക്കത്തില്ല. പക്ഷേ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ മരുന്നെടുക്കാൻ നിർബന്ധമാണ്. നമ്മുടെ തീഷ്ണതയ്ക്കകത്ത് ചിലപ്പോൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ നമുക്ക് ഇടയായെന്ന് വരും. അതുകൊണ്ട് മോശ 40 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ തീഷ്ണത, എനിക്ക് ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം എൻ്റെ വല്യപ്പച്ചൻ അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞാണ് 400 വർഷം കഴിയുമ്പോൾ അവർ ഇവിടുന്ന് കൊണ്ടുപോകാം. 400 വർഷം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കണ്ടായോ? ദൈവം പറഞ്ഞത് പൂർത്തിയാക്കണ്ടായോ? അതുകൊണ്ട് ദൈവത്തെ സഹായിക്കാനായിട്ട് ഒരു ദിവസം ഒരുത്തനെ അടിച്ചു കൊന്നു. അവൻ്റെ തീഷ്ണത കാരണം ഓടിപ്പോയി.
തെറ്റായിട്ടുള്ള കാരണം, തെറ്റായിട്ടുള്ള തീക്ഷ്ണത കൊണ്ടുള്ള പ്രവർത്തനം കാരണം അവൻ ഓടിപ്പോകേണ്ടി വന്നു. നിരാശയ്ക്കകത്ത് ഓടിപ്പോയതാണ്. അവന് വേണമെങ്കിൽ പറയാം, ദൈവമേ ഞാൻ വളരെ സിൻസിയറായിരുന്നു, ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചതാണ് കർത്താവേ, നീ എവിടെ, എന്തുകൊണ്ട് നീ പ്രവർത്തിച്ചില്ല? അബ്രഹാമിനോട് നീ വാക്ക് പറഞ്ഞില്ലേ, 400 ഇപ്പോൾ 400 കഴിഞ്ഞ് 430 വർഷമായി, എന്തുകൊണ്ട് നീ പ്രവർത്തിച്ചാൽ എന്നെ എന്തുകൊണ്ട് സഹായിച്ചില്ല? ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് നിനക്കൊരു ഭാര്യയെ തന്നെ. ആ ഭാര്യയെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായി, അമ്മായിയപ്പനെ കൊണ്ട് പ്രയോജനം ഉണ്ടായി. അവൻ്റെ അമ്മായിയപ്പൻ അവന് മെൻറ്ററായി തീർന്നു. നിൻ്റെ ഈ 40 വർഷമുണ്ടല്ലോ നീ ആടിനെ തെറ്റി നടക്കുന്നത്, നീ വിചാരിച്ചേക്കാം ദൈവം ഉറങ്ങുകയായിരുന്നു. അല്ല, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. കുറച്ച് നാളത്തേക്ക് നീ കണ്ടില്ലെന്ന് വരാം, ആരാണ്ടോടൊക്കെ സംസാരിക്കുകയാണ് അല്ലേ, നിൻ്റെ മകളുടെ കല്യാണം നടക്കുന്നത് നീ കണ്ടില്ലെന്ന് വരാം, നിൻ്റെ മകന് കുഞ്ഞുണ്ടാവുന്നത് നീ കണ്ടില്ലെന്ന് വരാം, നിൻ്റെ സഭ വളരുന്നത് നീ കണ്ടില്ലെന്ന് വരാം, നിൻ്റെ ബിസിനസ് വലുതാവുന്നത് നീ കണ്ടില്ലെന്ന് വരാം, കുറച്ചുകൂടെ ഭൂമി വാങ്ങിക്കുന്നത് നീ കണ്ടില്ലെന്ന് വരാം, നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നത് നീ കണ്ടില്ലെന്ന് വരാം, കൃപാവരങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടില്ലെന്ന് വരാം. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു 40 വർഷം കൊണ്ട്. 40 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സമയം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവനെ പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി കഴിഞ്ഞു കേട്ടാട്ടെ, ഞാൻ റിസർച്ച് ചെയ്തിട്ട് പറയുകയാണ് കേട്ടോ. 90 ദിവസം കൊണ്ട് ഈ 20-30 ലക്ഷം പേരെ വെളിക്കൊണ്ടുവന്ന ഒറ്റ രാത്രിയുണ്ട്. 90 ദിവസം ദൈവം പ്രവർത്തിച്ചത്. പക്ഷേ അവർ പുറത്തു വന്ന ഒറ്റ രാത്രി കൊണ്ടാണ്. നീ കാത്തിരിക്കുന്നത് നഷ്ടമല്ല. അടിവരയിട്ട് കേൾക്കാം, നീ കാത്തിരിക്കുന്നത് നഷ്ടമല്ല. യോസഫ് 17 വർഷം അവൻ്റെ സ്വപ്നം അവൻ കൊണ്ടു നടന്നു. എന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് 17 വർഷം കഴിഞ്ഞ് 13 വർഷം, 17ാമത്തെ വയസ്സ് തുടങ്ങിയാണ്. 13 വർഷം കഴിഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ദൈവം പ്രവർത്തിച്ചു. 2-3 മണിക്കൂറിനകത്ത് അവൻ ഇരിക്കണമെന്ന് തോന്നിയിരുന്നത്, 13 വർഷം കഴിഞ്ഞ് അവൻ ഇരിക്കണമെന്ന് തോന്നിയിരുന്നത് ഒരു സിംഹാസനത്തിലായിരുന്നു. 2-3 മണിക്കൂർ കൊണ്ട് നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയും. 90 ദിവസം കൊണ്ട് ഒറ്റ രാത്രിയിൽ 20-30 ലക്ഷം പേരെ വെളിയിൽ കൊണ്ടുവന്നവനായ ദൈവത്തിന് നിനക്ക് വേണ്ടിയും ചില ദിവസങ്ങൾ കൊണ്ട്, ചില മാസങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് തീർക്കുവാൻ കഴിയും. നിൻ്റെ ഫോക്കസ് വിടരുത്. കാത്തിരിക്കുന്നത് നഷ്ടമല്ല. ഇതാ ഒരു വാക്യം വായിക്കട്ടെ. സങ്കീർത്തനം 84-ന്റെ 5 മുതൽ 7 വരെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഹല്ലേലൂയ. സിയോനിലേക്കുള്ള പെരുവഴികൾ ഒരു തീർത്ഥയാത്രയാണ്. ഞാനൊരു ക്രേസി ഫെലോയാണ്. പട്ടാളത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു നെയിം ബോർഡ് ഉണ്ടാക്കിച്ചു. പട്ടാളത്തിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തന്നെ എൻ്റെ കസേര ഇച്ചിരി നല്ലതായതുകൊണ്ട്. എൻ്റെ കമാൻഡിങ് ഓഫീസറിൻ്റെ മുറിയുടെ മുൻവശത്ത്, അതിൻ്റെ പുറകിലത്തെ മുറിയാണ് ഞങ്ങൾ ക്ലർക്കുമാരിരിക്കുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ മിലിറ്ററിക്കാർ, ബാക്കിയുള്ളൊക്കെ സിവിലിയൻസാണ്. അതിൻ്റെ മുമ്പിൽ ഒരു ബോർഡുണ്ടായിരുന്നു, നെയിം ബോർഡ്, അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെച്ചിരുന്നത്. അദ്ദേഹം അങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ അങ്ങ് എടുത്തു. എന്നിട്ട് അവിടുത്തെ പെയിൻ്ററൊക്കെ പറഞ്ഞു, ഒന്ന് എഴുതി തരാമോ എൻ്റെ പേരെഴുതാനായിട്ട്. PG വർഗീസ്. താഴെ എഴുതി സയോൺ ലോഡ്ജ്. സയോൺ, സിയോനിലേക്കുള്ള ലോഡ്ജ്. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ താമസിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അത് നമ്മുടെ അല്ല. സുഖമായിട്ട് താമസിക്കുന്നു, ഉറങ്ങുന്നു, ഫാനിട്ട് കിടന്ന് ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അതെ, എനിക്കറിയാമായിരുന്നു. രക്ഷിക്കപ്പെടും. ഇത് എൻ്റെ ഭവനമല്ല, ഈ ഭൂമി എൻ്റെ ഭവനമല്ല, ഈ ഭൂമി എൻ്റെ വാസസ്ഥലമല്ല. എനിക്കൊരു ഭൂമിയുണ്ട്, വാസസ്ഥലമുണ്ട്, സ്വർഗത്തിലാണ്. അതുകൊണ്ട് എഴുതി വെച്ചു സയോൺ. സിയോനിലേക്കുള്ള പെരുവഴികൾ. നമ്മളൊരു തീർത്ഥയാത്രയിലാണ്, നമ്മളൊരു പിൽഗ്രിമേജിലാണ്. ഈ മരുഭൂമി യാത്രയിൽ, ഈ പിൽഗ്രിമേജിൽ നമ്മുടെ ഫോക്കസ് മാറരുത്, നമ്മുടെ വഴി മാറരുത്, ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കരുത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ബലം എവിടെയായിരിക്കണം? എൻ്റെ കഴിവിനകത്തല്ല, എൻ്റെ വിദ്യാഭ്യാസത്തിനകത്തല്ല, എൻ്റെ കുടുംബ മഹിമയിലല്ല, എൻ്റെ ബുദ്ധിയിലല്ല, എൻ്റെ പരിജ്ഞാനത്തിലല്ല, എൻ്റെ കഴിവിലുമല്ല. യഹോവയിൽ, യേശുക്രിസ്തുവിൽ, പരിശുദ്ധാത്മാവിൽ. ബി, രണ്ടാമത്തെ കാര്യം, 4ാമത്തെ പോയിൻറ്റിനകത്ത്. 4 വാങ്ങിച്ചേർന്നോ? നാലാമത്തെ പോയിന്റ് ബി, കണ്ണീർ താഴ്വരയെ അവർ അതിനെ ജലാശയമാക്കും. ദേ വിൽ മേക്ക് ഇറ്റ് എ സ്പ്രിങ്. എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം അതൊരു ശുദ്ധ ജല തടാകമാക്കി മാറ്റും.
വലിയൊരു ജലാശയമാക്കി മാറ്റും. നല്ല സ്പ്രിങ്, ഉയർന്നു വരുന്ന വെള്ളം നല്ല കുടിവെള്ളമായിട്ട് മാറ്റും. ഹല്ലേലൂയ. നിൻ്റെ കണ്ണുനീർ താഴ്വരെ കാത്തിരുന്നാൽ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് അനുകൂലമായി മാറ്റും, അനുകൂല പൂർണ്ണമാക്കി പറ്റും. അതുകൊണ്ട് കരച്ചിൽ നിർത്തുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൽ, അവൻ്റെ വചനത്തിന്മേൽ ബലം പ്രാപിക്കുക. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഹല്ലേലൂയ. നിൻ്റെ കാലിൽ അവൻ നൃത്തം തരും, നിൻ്റെ കാലിൽ അവൻ ചിലങ്കി അണിയിക്കും. എൻ്റെ മുറിയിൽ, എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചിലങ്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് വേദനയുണ്ടാകുന്ന സമയത്ത്, നിരാശ വരുന്ന സമയത്ത്, ആ സമയത്ത് ഒരു പാട്ടിടും. ഞാൻ ഫോണിനകത്തൊരു പാട്ടിടും, പ്രത്യേകിച്ച് ജയം ജയം ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ആ ചിലങ്ക കെട്ടിക്കൊണ്ട് ഞാൻ നൃത്തം ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ദുഃഖത്തെ മാറ്റുന്നവൻ, എൻ്റെ കണ്ണുനീരിനെ ജലാശയമായി മാറ്റുന്നവൻ. ഹല്ലേലൂയ. നിങ്ങളിത് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാൽ നൃത്തം തരുന്നവൻ, ചിലങ്ക അണിയിക്കുന്നവനായ ദൈവം. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ഫ്രണ്ട്സ്, ചേഞ്ച് യുവർ കൺഫെഷൻ. നിൻ്റെ സ്വപ്നത്തിന് നിറം കൊടുക്കുക. നിൻ്റെ കരച്ചിൽ ചിരിയായിട്ട് മാറും. നിൻ്റെ വിലാപം ആഹ്ലാദമായിട്ട് തീരും. നെഗറ്റീവിൽ നിന്നും അവൻ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നീ നടന്നു കയറണം. നിൻ്റെ ഫോക്കസ് മാറരുത്. അവനിലായിരിക്കട്ടെ നിൻ്റെ ഫോക്കസ്, അവൻ്റെ വാഗ്ദത്തത്തിലായിരിക്കട്ടെ നിൻ്റെ ഫോക്കസ്. കാത്തിരിക്കുന്നത് ഭോഷത്വമല്ല, കാത്തിരിക്കുന്നത് ബലഹീനതയുമല്ല. പിന്നെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് എൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ പറഞ്ഞ് 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 പ്രാപിച്ചെടുക്കും. അതാണ് വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ പോയിന്റിൽ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. മേൽക്കുമേൽ ബലം പ്രാപിക്കും. നിങ്ങൾ ജിമ്മിൽ പോയിട്ടുണ്ടോ? ജീവിക്കാൻ പരുവമുള്ളവരൊക്കെ ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. 40 വയസ്സ് വരെ, 50 വയസ്സ് വരെ ഒക്കെ പോകാം. അത് കഴിഞ്ഞിട്ടും പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് അവിടെ ട്രെയിനിങ് തരാനുള്ള ആളുകളുണ്ട്. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. വിചാരിച്ചോ നിങ്ങൾക്കൊരു 50 വയസ്സായി, നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മസിലൊക്കെ ഇവിടെ മസിൽ വരണ്ടേ, പക്ഷേ താഴോട്ട് കിടക്കുക ഇവിടെ മസിൽ. അവർ പറഞ്ഞു തരും വെയിറ്റ് എടുത്താട്ടെ, വെയിറ്റ് എടുത്താട്ടെ, വെയിറ്റ് എടുത്താട്ടെ, വെയിറ്റ് എടുത്താട്ടെ. വെയിറ്റ് എടുത്തെടുത്തെടുത്ത് ഇവിടുത്തെ മസിൽ ഒട്ടി ഇവിടെ മസിൽ വരും. സാവധാനത്തിൽ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഞാൻ പട്ടാളത്തിലായിരിക്കും വെടിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 വിധത്തിലുള്ള ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫൈറ്റിംഗ് ട്രൂപ്സിലല്ല, ഞാൻ ക്ലർക്കാണ്. എങ്കിലും പട്ടാളത്തിലുള്ളവരൊക്കെ യുദ്ധം പഠിച്ചിരിക്കണം. റൈഫിൾ കൊണ്ടുള്ള വെടിവെപ്പെങ്കിലും പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ വെടിവെക്കാനായിട്ട് കിടക്കുകയാണ്. താഴെ കിടക്കുന്നു, പിടിച്ചിരിക്കുന്നു. അവിടെ ടാർഗറ്റുണ്ട്. ഒരു ആളിൻ്റെ കൂട്ടൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്, വെടിവെക്കണം. ഞാൻ വെടിവെച്ചത് വേറെ എങ്ങാണ്ടാണ് പോയത്. എൻ്റെ ഓഫീസർ KD സിംഗ് ഇങ്ങോട്ട് വന്നും വെച്ച് ഷൂസ് ഇട്ടിട്ട് എൻ്റെ ഇവിടോട്ടൊരു ചവിട്ട്. സ്നേഹത്തിലാണ് കേട്ടോ. എന്തോ വർഗീസേ, എവിടാ നീ വെടിവെക്കുന്നേ, എവിടാ നോക്കുന്നേ? ഹല്ലേലൂയ. അതും എന്നിട്ട് ഞാൻ വെടിവെച്ചു. പിന്നെ ഞാൻ ഒപ്പിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നീ ബൽക്കുമേൽ ബലം പ്രാപിക്കണം. അമ്പെയ്യുന്നവരും അങ്ങനെയാണ് അല്ലേ? നൃത്തം ചെയ്യുന്നവരും അങ്ങനെയാണ്. ആദ്യം ചെയ്യുമ്പോൾ എങ്ങനെ? എന്നാൽ സാവധാനത്തിൽ അതിൻ്റെ ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് താല്പര്യമുള്ളവർ അവരതിനകത്ത് നൃത്തം ചെയ്ത് ബെസ്റ്റായിട്ട് തരുന്നു. നിങ്ങൾ ടൈം ചിലവാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. ഇൻവെസ്റ്റ് യുവർ ടൈം. ചേഞ്ച് നോട്ട് ദ ഫോക്കസ്. ഫോക്കസിനെ തെറ്റിക്കുന്ന ചിന്തകൾ വരും. വിട്ടാട്ടെ, പോയാട്ടെ, നിനക്ക് പറഞ്ഞിട്ടില്ല, നിന്നെക്കൊണ്ട് ഇത് ഒക്കത്തില്ല. ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ഫ്രണ്ട്സ്, ചേഞ്ച് യുവർ കൺഫെഷൻ. എന്തിനാണ് ഫ്രണ്ട്സിനെ മാറ്റുന്നത്? ഇവിടെ വലിയ സഭയൊന്നും നടക്കത്തില്ലെന്ന് പറയുന്നവരുമായിട്ടുള്ള ഫ്രണ്ട്സ് ഇവിടെ നടക്കും. ദൈവം എന്നെ സഹായിക്കും. ഇവിടെ വലിയ സഭയില്ല, പക്ഷേ ഇവിടെ ഒരു വലിയ സഭയുണ്ടാകും. ശരിയാണ്, എനിക്ക് പഠിത്തം കുറവാണ്, എങ്കിലും എനിക്ക് നല്ല ജോലി തരാനൊക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ് തരാനൊക്കും. എനിക്ക് പഠിത്തം കുറവാണ്, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, പക്ഷേ ദൈവം എനിക്ക് ബൈബിൾ പഠിക്കാൻ സഹായിക്കും. ഞാൻ കട്ടറായി ചെന്നപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞതാണ്, നടക്കത്തൊന്നുമില്ല, ചുമ്മാ അതാണിത്. ഹല്ലേലൂയ. നിന്നെപ്പറ്റി ആളുകൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയാണ്, മറ്റുള്ളവർ നിൻ്റെ ഭാവി എഴുതരുത്. നിൻ്റെ പാസ്റ്റർ നിൻ്റെ ഭാവി എഴുതരുത്. നിൻ്റെ അപ്പൻ നിൻ്റെ ഭാവി എഴുതരുത്. പ്രവാചകൻ നിൻ്റെ ഭാവി എഴുതരുത്. സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞതിനോട് ആമേൻ പറഞ്ഞു ചേർക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. നിൻ്റെ സ്വപ്നത്തിന് നിറം കൊടുക്കണം, മാറ്റിയെടുക്കണം. ഹല്ലേലൂയ. നിനക്ക് എന്തിനകത്താണോ ഉയരാൻ ആഗ്രഹം? നല്ലൊരു ഭർത്താവാകണമോ? ഭാര്യയും ഭർത്താവും കൂടെ അടുത്തിരുന്നാട്ടെ. ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ യുവർ മാരീഡ് ലൈഫ്. നല്ലൊരു അപ്പനാകണമോ? മക്കളുമായിട്ടിരിക്കുന്നതിനകത്ത് ഇൻവെസ്റ്റ് യുവർ ടൈം. നിൻ്റെ സഭ വലുതാകണമോ? ഇൻവെസ്റ്റ് യുവർ ടൈം. നല്ലൊരു പ്രസംഗകനാകണമോ? ഇൻവെസ്റ്റ് യുവർ ടൈം. ബില്ലി ഗ്രഹാമിനെ ഞാൻ 1983 കാണുന്ന ഒരു കോൺഫറൻസ്.
അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പുസ്തകത്തിനകത്ത് ഞാനത് എഴുതിയിട്ടുണ്ട്, സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ ആദ്യത്തെ പുസ്തകത്തിനകത്ത് ഞാനത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിന് മുമ്പ് 22 പ്രാവശ്യം വലിയ കണ്ണാടിക്കകത്തിന് മുമ്പ് എന്നുകൊണ്ട് പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം എഴുതി വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. എന്നും എല്ലാ കാലത്തും അദ്ദേഹം എഴുതി വെച്ചിട്ടാണ് പ്രസംഗിച്ചത്. പണ്ടൊക്കെ ആളുകൾ പറയായിരുന്നു, പിന്നെ എഴുതി വെച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. എഴുതാൻ പ്രവർത്തിച്ചതും ദൈവത്തിൻ്റെ ആത്മാവില്ലയോ? ജീവിതകാലം മുഴുവൻ എഴുതി വെച്ച മനുഷ്യരാണ്. ഒത്തിരി പേരുണ്ട് എഴുതി വെച്ച് പ്രസംഗിക്കുന്നവർ കേട്ടോ. നമ്മളത് കണ്ടാൽ മനസ്സിലാകത്തില്ല. അമേരിക്കയിലെ സിസ്റ്റം അങ്ങനെ, അവരുടെ ടെലിവിഷനകത്ത് അവരോട് പോകുന്നു, അവിടെ എല്ലാം ടെലിവിഷൻ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അത് നോക്കിക്കൊണ്ട് അവർക്ക് പ്രസംഗിക്കാനൊക്കെ. ടി ഡി ജാക്സ് അങ്ങനെ പ്രസംഗിക്കുന്നത്. എല്ലാവരും, എനിക്കറിയാവുന്ന വലിയ പ്രസംഗകരെല്ലാവരും അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. അത് ഏതാണ് അവരവർക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ പ്രസംഗിച്ചാട്ട്. ചിലർക്കൊന്നും നോക്കാതെ ഒരു വാക്യം വായിച്ചു വെച്ച് നല്ല സുന്ദരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന പ്രസംഗം പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകും. അദ്ദേഹം പറഞ്ഞു 22 പ്രാവശ്യം കണ്ണാടിക്കകത്ത് നോക്കി പ്രസംഗിക്കും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വനത്തിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ മനുഷ്യരാണെന്ന് വിചാരിക്കും, അവിടെ നിൽക്കുന്ന ചെടികളൊക്കെ മനുഷ്യരാണെന്ന് വിചാരിക്കും, അതിൻ്റെ ഇലകളൊക്കെ മനുഷ്യരാണെന്ന് വിചാരിക്കും. എന്നിട്ട് പറയും, കേട്ടാട്ടെ, നിങ്ങൾ പാപത്തിൽ ജീവിക്കരുത്, രക്ഷിക്കപ്പെടണം. അന്നേരം ഇല കുലുങ്ങുമ്പോൾ പറയാം, ശരിയാ, നീ പറഞ്ഞു ശരിയാണ്, മനസ്സാന്തരപ്പെടണം. ഹല്ലേലൂയ. ഇൻവെസ്റ്റ് യുവർ ടൈം. അല്ലാതെ എളുപ്പം സംഭവിക്കത്തില്ല. ബെനിഹിൻ നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായ പുസ്തകം ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നാണ്. അത് പ്രസിദ്ധീകരിച്ച സംഘടനയിലെ പ്രസിഡൻ്റ് എൻ്റെയൊക്കെ പറഞ്ഞു, എനിക്ക് നേരിട്ട് പറഞ്ഞാണ്. വർഗീസേ, ആ പുസ്തകം ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് 3 പ്രാവശ്യം അഴിച്ച് പൊളിച്ച് മൂന്നാമത് എഴുതിച്ചു. ആദ്യത്തെ പ്രാവശ്യം ശരിയായില്ല, രണ്ടാമത് ശരിയായില്ല, മൂന്നാമത്തെ പ്രാവശ്യം. ഇൻവെസ്റ്റ് യുവർ ടൈം. അതിൻ്റെ പുസ്തകത്തിലായിരിക്കാം, നിൻ്റെ സഭയിലായിരിക്കാം, ഭാര്യാഭർത്തൃ ബന്ധത്തിലായിരിക്കാം, നിൻ്റെ കടയിലായിരിക്കാം, ബിസിനസ്സിനകത്തായിരിക്കാം. ഞാനൊരിക്കൽ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സംഘടനക്കാർ എൻ്റെ സാക്ഷ്യം മാസിക പ്രസിദ്ധീകരിക്കുകയാണ്. പൊക്കി പറയല്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞൊരു ഫോട്ടോ എടുക്കണമല്ലോ. ഫോട്ടോഗ്രാഫർ വന്നു. അവിടെ തന്നെ അവർക്ക് ഫോട്ടോഗ്രാഫറുണ്ട്. വന്നു വെച്ചാട്ടൊക്കെ പറഞ്ഞു, നിന്നാട്ട് പുറത്താട്ടം 26 ഫോട്ടോ. എനിക്ക് നാണവും വന്നു. 26 ഫോട്ടോ എടുത്തു. ഞാൻ പറഞ്ഞു 2 or 3 എടുത്താൽ പോരാ. അവർ പറഞ്ഞു, അല്ല, 26 എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നോക്കണം ഏതാണ് നല്ലതെന്ന്. എൻ്റെ ഈ ഓഫീസിൽ ഇതുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഫോട്ടോയുടെ ഒരു കോപ്പി ഞാൻ എടുത്തുകൊണ്ട് പോയിരുന്നു കേട്ടോ. അവരുടെ മാസികയുടെ കവർ പേജിനകത്ത് ഇട്ടതാണ്. അവർ സമയം ചെലവഴിച്ചപ്പോൾ അത് നല്ല ഫോട്ടോ ആയിരുന്നു. ഏറ്റവും നല്ലത് നോക്കി. ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ, ഇൻവെസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പ്രസംഗത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, നിങ്ങളുടെ മക്കളെ ഒരുക്കിയെടുക്കുന്നതിനകത്ത്, നിങ്ങളുടെ കൃഷിക്കകത്ത് എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കഞ്ഞി വെക്കാൻ പഠിച്ചാലും കൂട്ടാൻ വെക്കാൻ പഠിച്ചാലും ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് ലേൺ. ഞാൻ ഒരു ഡാൻസുകാരിയുടെ കഥ വായിച്ചു. ഞാൻ ആ പേര് മറന്നുപോയി. നെറ്റിനകത്ത് ഞാൻ നോക്കിയിട്ട് പിടികിട്ടുന്നില്ല. ഒരു ഡാൻസുകാരി, ബാലെ ഡാൻസുകാരി, ഡാൻസ് ചെയ്യാണ്, ബാലെ ഡാൻസ് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീ അങ്ങോട്ട് എന്ന് പറഞ്ഞു, അയ്യോ, ഇതുപോലെ ഡാൻസ് ചെയ്യാൻ എനിക്കൊത്താൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കൊടുക്കാൻ തയ്യാറാണ്. ആ ഡാൻസുകാരി പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കൊടുത്തിട്ടാണ് ഈ നിലയിലെത്തിയത്. ഒരു ദിവസം ഞാൻ 12, 13, 14 മണിക്കൂർ ഡാൻസ് ചെയ്യുമായിരുന്നു. ഐ പെയ്ഡ് മൈ ലൈഫ്. ഇൻവെസ്റ്റ് യുവർ ടൈം, ഇൻവെസ്റ്റ് യുവർ ലൈഫ്, ഇൻവെസ്റ്റ് യുവർ ടാലൻറ്റ്. അതിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണം. ഞാനൊരു കഥ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു സംഭവ കഥ. ഈ ആഴ്ച ഞാൻ വേറൊരു സംഭവ കഥ പറയാൻ പോവുകയാണ്. 1968 സമ്മർ ഒളിമ്പിക്സ് നടക്കുകയാണ് മെക്സിക്കോ സിറ്റിയിൽ. അവിടെ ടാൻസാനിയക്കാരൻ ജോൺ സ്റ്റീഫൻ അക്വാരി എന്ന് പറഞ്ഞ മനുഷ്യൻ ഓടാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടം 42 കിലോമീറ്ററുള്ള മാരത്തോൺ ഓട്ടമാണ്. 42 കിലോമീറ്റർ അദ്ദേഹം ഓട്ടം തുടങ്ങി. 56 പേരുണ്ടായിരുന്നു ഓടാൻ. 19 കിലോമീറ്റർ, പകുതി പോലും ആയില്ല. 19 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ, 56 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 56, 35 കിലോമീറ്റർ ബാക്കിയുണ്ട്. അത്രയും ബാക്കിയുണ്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹം 2-3 പേര് ഒന്നിച്ച് കൂട്ടിയിടിച്ചു. അതിനകത്ത് അദ്ദേഹവും കൂട്ടിയിടിച്ചു. അദ്ദേഹം താഴെ വീണു. അദ്ദേഹത്തിൻ്റെ ഇടത്തുകാലിൻ്റെയാണ്, നിങ്ങൾക്ക് വീഡിയോ കാണാം, അതിനകത്ത് കാണാം. കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഇളകി മാറിപ്പോയി. താഴെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സിമെൻറ്റ് കട്ടയിലാണ് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോളിടിച്ചത്. തോള് മുറിവേറ്റു.
അദ്ദേഹം അവിടെ കിടക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തെ എടുക്കാൻ വന്ന സ്ട്രെച്ചറുകാരുടെ സ്ട്രെച്ചറിൽ കിടക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹം പതുക്കെ ഞൊണ്ടി ഓടാൻ തുടങ്ങി. ഡോക്ടർമാർ വന്നു, മരുന്ന് പുരട്ടി ബാൻഡേജ് കെട്ടി, എന്നിട്ട് പറഞ്ഞു പോകാൻ ആശുപത്രി. ഇല്ല, അദ്ദേഹം ഞൊണ്ടി ഓടുകയാണ്. അദ്ദേഹം ഓടുമ്പോൾ കണ്ടു ഇനിയുണ്ട് 30 കിലോമീറ്റർ. അദ്ദേഹം കണ്ടു ആളുകളൊക്കെ മുമ്പോട്ട് പോയി. സമയം കഴിഞ്ഞു. ആദ്യമായിട്ട് ഓടിയെത്തിയത് ഒരു എത്യോപ്യക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഞൊണ്ടി അദ്ദേഹത്തിൻ്റെ കാലിൽ കെട്ടിയിരുന്ന ബാൻഡേജ് കാറ്റത്ത് ആടാൻ തുടങ്ങി. അദ്ദേഹം ഓട്ടം നിർത്തിയില്ല. അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം കാത്തു നിർത്തുക. ആ ഫിനിഷ് ലൈനിൽ കാത്തു നിന്നവരൊക്കെ പോയി. കുറച്ച് പേര് മാത്രം ശേഷിച്ചു. വീഡിയോക്കാരും പോയി. 1 or 2 പേര് കാണുമായിരിക്കും. ആ സമയത്താണ് ഈ മനുഷ്യൻ ഞൊണ്ടി കെട്ടിയിരുന്ന ബാൻഡേജ് കാറ്റത്താടി സൂര്യൻ അസ്തമിക്കുമ്പോൾ അദ്ദേഹം അവിടെ എത്തി. അക്വാരിക്ക് മെഡൽ കിട്ടിയില്ല. തോളിന് മുറിവേറ്റു. കാലിൻ്റെ ചിരട്ട ഇളകിയത് അതിവേദന കൊടുക്കുകയായിരുന്നു. ഒന്നാമതായി എത്തിയ എത്യോപ്യക്കാരന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നത്. 1000 or 2000 ആളുകൾ അവർ കൈയടിച്ചു. 1 or 2 വീഡിയോക്കാർ വന്നിരുന്നു. ആ വീഡിയോക്കാർ ചോദിച്ചു, നിങ്ങളെന്താ 18 പേരിടയ്ക്ക് പോയായിരുന്നു? കാരണം അവർക്കറിയാം ഞങ്ങൾ ഓടിയെത്തത്തില്ല, ഞങ്ങൾ ഒന്നും വരത്തില്ല, 2 വരത്തില്ല, 3 വരത്തില്ല, 10 വരത്തില്ല, ബാക്കി എല്ലാവരും പുറകിലാണ്. അതുകൊണ്ട് ഈ പുറകെ വന്നവരും ക്ഷീണിച്ചവരൊക്കെ ഓട്ടം നിർത്തി. 18 പേര് ഓട്ടം നിർത്തി 56 പേരിൽ. പക്ഷേ ഈ മനുഷ്യൻ നിർത്തിയില്ല. മുറിവേറ്റിട്ട് ചിരട്ട ഇളകി കഴിഞ്ഞാൽ എന്ത് വേദന എടുക്കുമെന്ന്, തോളിൻ്റെ വേദന. അദ്ദേഹം ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഓട്ടം നിർത്താൻ? നിനക്കറിയാൻ വയ്യായിരുന്നു നീ ഇവിടെ എത്തത്തില്ലെന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി സുപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, മൈ കൺട്രി ഡിഡ് നോട്ട് സെൻഡ് മീ 5000 miles ടു സ്റ്റാർട്ട് ദ റേസ്, ദേ സെൻഡ് മീ 5000 miles ടു ഫിനിഷ് ദ റേസ്. അസാധാരണമായൊരു സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ രാജ്യം ഈ 5000 മൈൽ ഇപ്പുറത്തോട്ട് എന്നെ പറഞ്ഞയച്ചത് ഓടി തുടങ്ങാനല്ല, 5000 മൈൽ എന്നെ ഇപ്പുറത്തോട്ട് അയച്ചത് ഈ ഓട്ടം പൂർത്തിയാക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിൻ്റെയും ഫോക്കസ് ഇതായിരിക്കട്ടെ. എനിക്ക് ഓട്ടം പൂർത്തിയാക്കണം. അതിനകത്ത് കാല് നൊന്താലും തോള് നൊന്താലും എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നാലും, എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടാലും, ആളുകൾ എന്നെപ്പറ്റി അപമാനിച്ചാലും, എന്നെപ്പറ്റി സോഷ്യൽ മീഡിയക്കാർ അതും ഇതുമൊക്കെ പറഞ്ഞാലും, ഞാൻ എൻ്റെ ഓട്ടം നൃത്തത്തിലെ ഫിനിഷ് ലൈനിലേക്ക് ഓടുന്നതായിരിക്കും എൻ്റെ ലക്ഷ്യം. ഏകനായിട്ടാണെങ്കിലും ഞൊണ്ടിയായിട്ടാണെങ്കിലും നിൻ്റെ യാത്ര നീ പൂർത്തിയാക്കുക. ദൈവം നിന്നെ വിളിച്ച് അതിനകത്ത് ഫോക്കസ് ചെയ്ത് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. ആര് പറയും, വർഗീസേ എനിക്ക് ഒരാഗ്രഹം, എൻ്റെ ഈ യാത്ര എനിക്ക് ഫിനിഷ് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഫോക്കസ് ചെയ്യുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനിൽ സമയം ചെലവഴിക്കുക. നിർത്തരുത്, അപ്പച്ച നിർത്തരുത്, അമ്മച്ചി നിർത്തരുത്, വിദ്യാർത്ഥി നിർത്തരുത്, ദൈവദാസ നിർത്തരുത്. ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് ഗോ ഫോർവേഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ആർക്കാണ് പ്രാർത്ഥന ആവശ്യം? തലയിൽ കൈവച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ യാത്ര ഫിനിഷ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ യാത്ര ഫിനിഷ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യാത്ര ഫിനിഷ് ചെയ്യട്ടെ. ഫിനിഷ് ലൈനിലെത്തട്ടെ. ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, നിർത്താൻ പാടില്ല കർത്താവേ. അവരുടെ സമയം അതിനു വേണ്ടി ചെലവഴിക്കട്ടെ, അതിനുവേണ്ടി അവരുടെ കഴിവുകൾ ചെലവഴിക്കട്ടെ. അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ സഭയ്ക്ക് വേണ്ടി, അവരുടെ ബിസിനസ്സിന് വേണ്ടി, അവരുടെ ദേശത്തിന് വേണ്ടി അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആഴ്ച കാണാം. പക്ഷേ എൻ്റെ താഴെ ഞാൻ എഴുതി വച്ചിരിക്കുന്ന എൻ്റെ വരികളാണ് കേട്ടോ. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പാട്ട് പോലെ ആയാൽ കൊള്ളാമെന്ന് ഞാൻ ഇന്നുവരെ പാട്ട് എഴുതിയിട്ടില്ല. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കൂടെ നടക്കുന്ന യേശുവുണ്ട്, ബലം നൽകുന്ന പരിശുദ്ധാത്മാവുണ്ട്. മുറിവേറ്റാലും ദേഹം തളർന്നാലും അപവാദ മഴയിൽ കുളിച്ചാലും ഈ ലോകത്തിൽ യേശു എന്നെ ഏൽപ്പിച്ച ഓട്ടം ഞാൻ നിർത്തുകയില്ല. ഇല്ല, ഓട്ടം ഞാൻ ഓടും. എൻ്റെ ഓട്ടം ഓടി തികയ്ക്കും ഞാൻ. നിങ്ങളുടെയും പാട്ടായിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കണം, വേറെ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം. കർത്താവ് യേശു നമ്മെ എല്ലാവരെയും ഓട്ടം തികയ്ക്കുവാൻ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.